കേരളത്തിലെ സമകാലിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഭീകരവാദ വിരുദ്ധ യുദ്ധത്തിൻ്റെ ആഖ്യാനങ്ങൾ, വാർ ഓൺ ടെറർ നരേറ്റീവ്സ്, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് കൂടിയാണ് ഈ സെഷൻ. നമുക്കറിയാം, നമ്മൾ പൊതുവേ വാർ ഓൺ ടെറർ എന്ന് പറയുന്നത് 9/11 എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ, അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൽ, എൻ്റെ സാമൂഹിക ജീവിതത്തിൽ അതെങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു അന്വേഷണം നമുക്കതിനോട് നമ്മുടെ ലൈഫിനെ കണക്ട് ചെയ്യാൻ വളരെ അനിവാര്യമാണ്. എൻ്റെ ജീവിതത്തെ, എൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ, പ്രതിനിധാനങ്ങളെ അതെങ്ങനെയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ ഒരു സെഷനിൽ വ്യത്യസ്ത ആളുകളുടെ ചർച്ചയിലൂടെ കടന്നു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. വാർ ഓൺ ടെറർ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു വേള അമേരിക്കയിലുണ്ടായിരുന്ന ആളുകൾക്കത് ഭയത്തിൻ്റെയും അതുപോലെ തന്നെ ഫിയറിൻ്റെയും അതുപോലെ വ്യത്യസ്ത സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ അവരുടെ ജീവിതം കടന്നു പോകുന്ന, നേരിട്ട് അനുഭവിക്കുന്ന സാഹചര്യമായിരുന്നു എങ്കിൽ, തലാൽ അസദ് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൽ പറയുന്നുണ്ട്, അത് ബാക്കിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഭീകരവാദം എന്ന് പറയുന്ന, ഈ ഭീകരവാദി എന്ന് പറയുന്ന നരേഷൻ ബാക്കിയുള്ള മുസ്ലിം സമൂഹത്തെയോ ബാക്കിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അതിൽ ഞങ്ങൾ ഉൾപ്പെട്ടവരാണോ അല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭം കൂടിയായിട്ട് അത് മാറിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ, നമ്മൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന ഇവിടെയുള്ള മാധ്യമ ചർച്ചകൾ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ക്യാമ്പയിനുകൾ, നമ്മൾ നിരന്തരം നടക്കുന്ന ഇലക്ഷൻ ക്യാമ്പയിനുകളുടെ ചർച്ചാ പ്രമേയങ്ങൾ, ഇവിടെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത സിംബൽസുകളുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അവരുടെ വസ്ത്രധാരണമാകട്ടെ, അവരുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത ടെർമിനോളജികളാകട്ടെ, ഹലാല് പോലെ, ജിഹാദ് പോലെയുള്ള വ്യത്യസ്ത ടെർമിനോളജികളാകട്ടെ, അവരുടെ സാമൂഹിക രാഷ്ട്രീയ പ്രതിനിധാനമാകട്ടെ, അതിനെ എങ്ങനെയാണ് ഇവിടെയുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ നിരന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എപ്പോഴാണ് രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചകൾ കടന്നു വരുന്നത്, എപ്പോഴാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ചർച്ചകൾ ഇവിടുത്തെ സാമൂഹിക മണ്ഡലത്തിൽ കടന്നു വരുന്നത്, എപ്പോഴാണ് ജിഹാദി, താലിബാനി തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഇവിടെ സെലക്റ്റീവായി യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് ഏത് സാമൂഹിക പശ്ചാത്തലത്തിലാണ്, അപ്പോൾ അതിൻ്റെ യുക്തി എന്താണ്? എപ്പോഴും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ട വ്യക്തിത്വങ്ങളായിട്ട്, വ്യക്തിജീവിതങ്ങളായിട്ട് എപ്പോഴും എങ്ങനെയാണ് ഇവിടെയുള്ള മുസ്ലിം ജീവിതങ്ങളെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നായിട്ട് എപ്പോഴും മാറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതിനെക്കുറിച്ച് വ്യത്യസ്ത തലത്തിൽ നിന്നുള്ളൊരു ചർച്ചകളാണ് ഇതിൽ രൂപപ്പെട്ടു വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നമ്മളോടൊപ്പം ഉള്ള എല്ലാ ഗസ്റ്റുകളെയും ഒരിക്കൽ കൂടി ഈ ഒരു സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളോട് സംവദിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബാബുരാജ് ഭഗവതിയെ, അദ്ദേഹം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ ഡോക്യുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് വലിയ നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ് ബാബുരാജ് ഭഗവതി. ഇസ്ലാമോഫോബിയ റിസർച്ച് കളക്റ്റീവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും, എല്ലാ മാസവും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയെ വിശാലമായിട്ട് തന്നെ അതിനെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ എവിഡൻസ് സഹിതം ഡോക്യുമെൻ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ അർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരേ സമയം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വാർ ഓൺ ടെററിൻ്റെ തന്നെ ഉള്ളിൽ കൂടി വർക്ക് ചെയ്യുന്നതാണോ മറ്റു എന്നതൊക്കെ ചർച്ചകളുണ്ട്. എന്തായാലും ഈ ഒരു സാമൂഹിക പൊതുമണ്ഡലത്തിൽ എങ്ങനെയാണ് വാർ ഓൺ ടെറർ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുമായി നമ്മളോട് സംവദിക്കാൻ ബഹുമാനപ്പെട്ട ബാബുരാജ് ഭഗവതിയെ ആദ്യമായി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സോളിഡാരിറ്റിയുടെ ഈ പരിപാടിയിൽ വന്ന സമയത്ത് എനിക്കതൊരു വ്യക്തിപരമായ ഒരു അനുഭവമായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ പ്രദർശനം കണ്ട സമയത്ത് ആ പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ച
ഒരുപാട് ആളുകൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കയറി ഇറങ്ങിപ്പോയ ആളുകളാണ്. ഒരിക്കൽ ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നതിന് മുന്നേ റാസിക്കിൻ്റെ ഒരു അവതരണം ഉണ്ടായിരുന്നു. റാസിക്ക് അതിൽ പത്രങ്ങൾ എങ്ങനെയാണ് തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങളെങ്ങനെയാണ് വാർത്തകൾ വളച്ചൊടിക്കുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ തേജസ്സിൽ ജോലി ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് 2010 തുടക്കത്തിലെ മറ്റാണത്. ആ സമയത്ത് പ്രൊഫസർ പി കോയ, അദ്ദേഹമായിരുന്നു അന്ന് ഞാനായിട്ട് ആദ്യം സംസാരിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ പൊളിറ്റിക്കലി ലോഡഡായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാറില്ല. അപ്പോൾ അന്ന് എനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അത്ര എങ്ങനെയാണ് തേജസ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയുള്ള ബോധ്യങ്ങളുള്ള അത്രയും കൃത്യമായ അറിവില്ലാത്ത ഒരാളായിരുന്നുവെങ്കിലും അദ്ദേഹം എന്നോട് ഓർമ്മപ്പെടുത്തി, ഞങ്ങളുടെ പത്രം പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കാത്ത ആളാണ്. ഒരുപക്ഷെ അങ്ങനെ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ടായിരിക്കാം നാം ഇന്ന് അദ്ദേഹത്തെ അതുപോലെയുള്ള ഒരു ബോർഡിൽ അദ്ദേഹത്തിൻ്റെ പേര് നാം കാണുന്നത്. ഇന്ന് ഇവിടെ ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് ഞാൻ പോകുമായിരുന്നത്. ഏകദേശം 46 UAPA കേസുകളുള്ള എൻ്റെ വളരെ കാലം 10-30 കൊല്ലം ഞാനായി ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനവും കൗമാരമൊക്കെ ചെലവഴിച്ച ശ്രീ രൂപേഷിൻ്റെ, റാസിക്കിൻ്റെ ജയിൽമേറ്റാണ് അദ്ദേഹം. രൂപേഷിൻ്റെ പുസ്തക പ്രകാശനം ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്നതിന് അവിടെയാണ് യഥാർത്ഥത്തിൽ പോകേണ്ടിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇത്രയും ആളുകൾക്ക് മുന്നിൽ വരേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്തത്. ഞാൻ ആമുഖമായി പറഞ്ഞത് ഇന്ന് UAPAയുടെ ഒരു കാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രൂപേഷിൻ്റെ കേസിൽ തന്നെ അദ്ദേഹത്തിന് 40-ൽ കൂടുതൽ കേസുകളുണ്ട്. ഇപ്പോൾ പുതിയ 2 കേസുകൾ, പിന്നീട് UAPA നിന്ന് മാറിപ്പോയ ചില കേസുകൾ കൂടി പുതുതായിട്ട് ഈ കേസിൽ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് UAPA ഉപേക്ഷിച്ച് പോയ, UAPAയിൽ വെച്ച് വിചാരണ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ കേസുകൾ വരെ ഇപ്പോൾ UAPAയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ 3 കേസുകൾ പുതുതായി ഒരുപക്ഷെ UAPAയുടെ ലിസ്റ്റിലേക്ക് പെടാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. നാം ഒരു 2001 ശേഷമുള്ള ഒരു ഭീകരതയുടെ ആഖ്യാനത്തെക്കുറിച്ചാണ് ഈ സെമിനാർ സംസാരിക്കുന്നത്. ഞങ്ങൾ ഭീകരതയെക്കുറിച്ച് ഞാൻ വളരെ പ്രാഥമികമായൊരു കാര്യം പറയട്ടെ. കേരളത്തിൽ എങ്ങനെയാണ് ഭീകരതയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ വളരെ കൃത്യതയോടെ കൂടി ആഖ്യാനം ചെയ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വളരെ തറവായിട്ടുള്ളൊരു പഠനം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ട്, ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമോഫോബിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് അത് വളരെ കൃത്യതയോടുകൂടി കേരളത്തിൽ പ്രചരിച്ചത് അല്ലെങ്കിൽ എങ്ങനെ ആഖ്യാനം ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ ഞങ്ങളത് വളരെ കൃത്യമായ പഠനം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഏകദേശം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഭീകരത എന്ന് പറയുന്ന വാക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വാക്കല്ല. അത് 1940-കളിൽ മുതൽ തന്നെ ഭീകരർ എന്ന വാക്ക് കേരളത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ മീശ ഭീകരവാദികളെ പോലെയുള്ള മീശയാകാൻ വെച്ച ആ മീശയെക്കുറിച്ചൊക്കെ നാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഭീകരത എന്ന വാക്ക് ആ കാലഘട്ടത്തിൽ നിലവിലുണ്ട്. അതിന് പല അവകാശികളുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് സെക്കുലർ ആയിട്ടുള്ള വാക്കായിട്ടാണ് മലയാളത്തിൽ അത് ഉപയോഗപ്പെട്ടിരുന്നത്. അതാണ് നമ്മെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. അതായത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകളുണ്ടായിരുന്നു, ഒരു കാലത്ത് നക്സലൈറ്റുകൾ ഉണ്ടായിരുന്നു, പിന്നീട് സിഖുകാരുണ്ടായിരുന്നു. അങ്ങനെ പല കാലഘട്ടങ്ങളിലും ഭീകരത എന്ന വാക്ക് 1940-കൾ മുതൽ തന്നെ മലയാളത്തിൽ ഉപയോഗപ്പെട്ടിരുന്നു. കോൺഗ്രസ്സുകാർ പോലും ആ കാലത്ത് ഭീകരർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ വാക്കിൻ്റെ പ്രത്യേകത അത് മുസ്ലിങ്ങൾക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടിരുന്ന വാക്കായിരുന്നില്ല ഭീകരത എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ മതേതരമായ ഒരു വാക്കാണെന്ന് വേണമെങ്കിൽ റഫായിട്ട് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഭീകരതയ്ക്ക് ഇന്ന് കാണുന്ന ഒരു അർത്ഥത്തിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാവുന്നതുപോലെ 2001 കൂടിയാണ്. എന്നാൽ 2001 കൂടി വളരെ പെട്ടെന്ന് ഭീകരത എന്ന വാക്ക് മലയാളത്തേക്ക് കടന്നു വരികയാണോ ചെയ്തത്? അല്ല. ഭീകരത എന്ന വാക്കിനെ പല അർത്ഥങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ ഹിംസയെക്കുറിച്ചറിയാം. രാഷ്ട്രീയ ഹിംസ നമ്മൾ എന്താ പറയുന്നത്? മതപരമായ ചില സൂചനകളില്ലെങ്കിൽ എല്ലാ ഹിംസകളും രാഷ്ട്രീയ ഹിംസയാണ്. എന്നാൽ ഒരു മതപരമായ സൂചന അതിലേക്ക് കടന്നു വരുന്നതോടുകൂടി രാഷ്ട്രീയ ഹിംസ വർഗീയ ഹിംസയോ വർഗീയവാദമോ ഭീകരവാദമായിട്ട് മാറും. അപ്പോൾ മതപരത എന്ന് പറയുന്ന ഒരു സൂചന അതിനുള്ളിൽ കടങ്ങുമ്പോഴാണ് ഹിംസയ്ക്ക് രാഷ്ട്രീയം നഷ്ടപ്പെടുന്നത്. അപ്പോൾ രാഷ്ട്രീയം ഒരു ഹിംസയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്ന് മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പുറത്താവുക. അപ്പോൾ ആ ഹിംസയ്ക്ക് മതേതരമായൊരർത്ഥം കടന്നു വരുന്നതോടുകൂടി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തെ അതിൽ ഉൾപ്പെടുകയാണെങ്കിൽ അത് മതേതര ഹിംസയെ അല്ലാതെ മാറുകയും അത് വർഗീയ ഹിംസയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഹിംസയെപ്പോലും ഈ അർത്ഥത്തിലുള്ളൊരു വ്യാഖ്യാനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അത് 2001 വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് നാം കരുതരുത്. 2001
ഇതിന് ശേഷം ട്വിൻ ടവർ പൊട്ടിയതിന് ശേഷം, തകർന്നതിന് ശേഷം കേരളത്തിൽ നടന്ന പല വർഗീയ കലാപങ്ങൾ, ഞാൻ വാക്കുകൾ ഒരു കോഴ്സിൻ്റെ ഉള്ളിലാണ് ഉപയോഗിക്കുന്നത്, വർഗീയ കലാപങ്ങൾ. ബേപ്പൂരൊരു നമുക്കൊരു ഒന്നാം മാറാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒന്നാം മാറാട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകളുണ്ടായിരുന്നു. ഈ കേസുകളൊന്നും ഭീകരതയുടെ ആഖ്യാനത്തിലല്ല അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതൊക്കെ ഒരു സാധാരണ തീവ്രവാദം തുടങ്ങിയ വാക്കുകളാണ് ഉപയോഗപ്പെട്ടിരുന്നത്. അപ്പോൾ ശരിക്കും 9/11 ശേഷമുള്ള മുന്നുള്ള വാക്കുകളിലെ തീവ്രവാദം, മതമൗലികവാദം തുടങ്ങിയ വാക്കുകൾക്കാണ് നാം രാഷ്ട്രീയ ഹിംസയെയും മുസ്ലിങ്ങളെ പോലും വ്യാഖ്യാനം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഒരു 2001 ശേഷം ഏകദേശം ഒരു മാറാട് കലാപത്തോടു കൂടിയാണ് ഇന്ന് നാം കാണുന്ന ചില വാക്കുകൾ പ്രചാരത്തിലാവുന്നത്. എന്ന് പറഞ്ഞാൽ 2002 2003 കൂടി. 2003 ആ സമയത്ത് 2 വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരു പ്രധാന പുസ്തകം ആസാദാണ് എഡിറ്റ് ചെയ്തത്, മറ്റൊന്ന് ഷുക്കൂർ എന്ന് പറയുന്ന ആളാണ് അത് എഡിറ്റ് ചെയ്തത്. ഈ 2 പുസ്തകങ്ങൾ, മാറാട് മുതൽ മാറാട് വരെ എന്നും ഒക്കെ 2 പുസ്തകങ്ങളാണ്. അന്നൊക്കെ നമുക്ക് കരുതിയിരുന്നത് ഈ ഒരു ഹിംസ, അതായത് ഭീകരവാദം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നൊരു കാര്യമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. ഭീകരവാദം ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ മാത്രമാണ് നമ്മൾ കരുതിയിരുന്നത്. 2006 പാനായിക്കുളത്തെ അവതരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ ഭീകരതയുടെ പുറത്തുനിന്നുള്ള വരവ് പാകിസ്ഥാനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് പാകിസ്ഥാനുമായിട്ടുള്ള സൂചനയോടെയാണ് ഭീകരത. അതിൽ പോലും ഭീകരത കടന്നു വന്നിട്ടില്ല. ശ്രദ്ധിക്കണം, 2006 പോലും ഏകദേശം 2007 ഏറ്റവും അവസാനത്തെ സ്ലൈഡിലാണ് ഭീകരത എന്നുള്ള വാക്ക് പോലും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ മാറാട് കലാപം വരുന്ന സമയത്ത് ഭീകരത എന്നുള്ള വാക്ക് ചില ആളുകൾ മാറാട് കലാപത്തെ ഭീകരവാദമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൃഷ്ണയ്യരാണ് ഭീകരത എന്ന വാക്ക് ഉപയോഗിച്ച് മാറാടിനെ കുറിച്ച് സംസാരിക്കുന്നത്. മറ്റൊരാൾ ഹമീദ് ചാന്ദമംഗലൂർ പോലും ആ സമയത്ത് ഭീകരത ഉപയോഗിക്കുന്നില്ല. KN ഗണേഷ് അദ്ദേഹം പറയുന്ന മഹല്ലുകളിൽ നിന്ന് ചില ഭീകരവാദികൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പുറത്തു നിന്നുള്ള ഒരു കാര്യമായിട്ടാണ് ഭീകരതയെ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അത് ഇടയ്ക്കൊരു പാകിസ്ഥാൻ ബന്ധം. ഇന്ന് നാം കാണുന്ന ആഗോള ഒരു ഭീകരവാദമൊന്നും അവരുടെ ഭാവനയിലില്ല. അതായത് 2003 പോലും അവരുടെ ഭാവനയിലില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറാട് കലാപമാണ് ആഖ്യാനങ്ങളിലൂടെ ഭീകരത എന്ന് പറയുന്ന ആഖ്യാനത്തിന് സൂചന നൽകുന്നത്. ഞങ്ങളതിനെ ഗൗരവമായി പരിശോധിച്ചിരുന്നു. 2024 ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ് മാറാട് കലാപം എങ്ങനെയാണ് ഭീകരത ആഖ്യാനങ്ങളുടെ തുടക്കമിടുന്നതിനെ കുറിച്ച് ഒരു കുറിപ്പ് മീഡിയ വൺ ഷെൽഫിൽ പ്രസിദ്ധീകരിച്ചു. അതിനെ ഉപജീവിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ കാലത്താണ് ഭീകരത പുറത്തുനിന്ന് വരുന്നൊരു കാര്യം എന്ന രീതിയിൽ ആദ്യം നാം മനസ്സിലാക്കുകയും പിന്നീട് പതുക്കെ അത് മുസ്ലിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ തദ്ദേശീയമായി ഉണ്ടാക്കാവുന്ന ഒരു കാര്യമായി മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അത് പുറത്തുനിന്ന് വരുന്നൊരു കാര്യമാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്നതായിരുന്നു, കുറേ കാലം കഴിയുമ്പോൾ ആഗോള തലത്തിൽ നിന്ന് വരുന്നതായിരുന്നു, ആഗോള ഗൂഢാലോചനയായിരുന്നു. KN കാലത്ത് പറഞ്ഞിരുന്ന അദ്ദേഹം ഇതൊരു സാമ്രാജ്യത്തിൻ്റെ ഗൂഢാലോചനയായിട്ടാണ് ഭീകരതയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഭീകരത ഉണ്ടാക്കുന്ന സാമ്രാജ്യത്താണ്. ആ സമയത്ത് നമ്മളുടെ ഒരു നിയമജ്ഞനായിട്ടുള്ള കൃഷ്ണയ്യരാണ് പറയുന്നത് മുസ്ലിം ഭീകരവാദവും ഹിന്ദു ഭീകരവാദവും തമ്മിലുള്ള ഒരു തർക്കമാണ് മാറാട് നടക്കുന്നത്. അതായത് ഈ 9/11 ശേഷം വന്നിട്ടുള്ള കേരളത്തിലെ ഭീകരതയുടെ ആഖ്യാനങ്ങൾ കണ്ടൊരു പ്രത്യേകത 2 ഭീകരവാദങ്ങളെ മുഖാമുഖം നിർത്തുന്നൊരു രീതിയായിട്ട് കടന്നു വരുന്നുണ്ട്. അതായത് ഭൂരിപക്ഷ ഭീകരവാദവും ന്യൂനപക്ഷ ഭീകരവാദവും. പക്ഷേ എങ്കിലും ഈ ഭീകരത എന്നുള്ള വാക്ക് ഇന്ന് നാം കാണുന്ന രീതിയിൽ കോയിൻ ചെയ്തിട്ടില്ല. പിന്നീട് 2003 ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അന്ന് കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ പോലും അതിൽ അന്നത്തെ പത്രക്കാർ ശ്രദ്ധിക്കണം, അന്നത്തെ എല്ലാ പത്രക്കാരും റിപ്പോർട്ട് കൊടുത്തത് പുറത്തുനിന്ന് വന്ന എന്തോ ഒരു കാര്യം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ്. പുറത്തുനിന്ന് വരുന്ന ഏതോ ഒരു ഏജൻസി, പുറത്തുനിന്ന് വന്ന ഏതൊരു ശക്തികൾ ഇതിൽ പ്രവർത്തിക്കുന്നെന്ന് തെളിവ് കൊടുത്ത ധാരാളം പത്രക്കാർ കോഴിക്കോട്ടെ അങ്ങാടിയിൽ അന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അന്ന് കമ്മീഷൻ പോലും പറഞ്ഞത് അതിനൊന്നും തെളിവില്ലെന്നാണ്. ഈ പറഞ്ഞ ഒരു കാര്യത്തിനും തെളിവില്ല. അപ്പോൾ കേരളത്തിലെ ഭീകരതയുടെ ആഖ്യാനത്തിന് ആദ്യ ഒരു ഇടം പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാറാട് കലാപം. മറ്റൊരു രസകരമായൊരു കാര്യം, മാറാട് ഈ പറയുന്ന ഭീകരതയുടെ ഈ സമയം ഭീകരതയുടെ ഈ ആഖ്യാനത്തിൽ നമ്മൾ കാണുന്ന വേറൊരു തമാശ. ഈ സമയത്താണ് ഏകദേശം കമലാ സുരയ്യ ഇത് ചെയ്യുന്നത്, മതം മാറുന്നത്. അപ്പോൾ കമലാ സുരയ്യ മതം മാറുന്ന സമയത്ത് കമലാ സുരയ്യയോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ലേ, അമേരിക്കയിൽ നിന്ന് പോകുന്ന ആളുകൾ വിളിച്ചു എന്നാണ് പറയണത്. അമേരിക്കയിലുള്ള ആളുകൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ടിക്കറ്റ് അയച്ചുതരാം, നിങ്ങൾ ഉടനടി വന്നിട്ട് അമേരിക്ക വന്നൊരു പ്രസംഗം നടത്തണം, എന്നിട്ട് പറയണം ഇതൊന്നും മുസ്ലിങ്ങളുടെ കാര്യമല്ല, ഇത് മുസ്ലിങ്ങൾ മതവും തമ്മിലുള്ള കാര്യമല്ല. അപ്പോൾ മുസ്ലിങ്ങൾ വേറെ, മതം വേറെ, ഭീകരത വേറെ എന്നുള്ള ആഖ്യാനമൊക്കെ ആ കാലത്തുണ്ട്. എങ്കിലും മതം മാറ്റത്തിൻ്റെ പേരിൽ അന്ന് ഭീകരതയ്ക്ക് മറുപടി പറയേണ്ടത് ഒന്നാമത് പ്രധാനപ്പെട്ട ആൾ കമലാ സുരയ്യയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭീകരതയുടെ ആഖ്യാനങ്ങളിൽ പലപ്പോഴും
പലതരത്തിൽ ആദ്യം പുറത്തുനിന്ന് വരുന്ന ആളുകൾ, പിന്നീട് പുറത്തുനിന്ന് വരുന്ന പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകൾ. പാകിസ്ഥാൻ എന്ന് പറയുന്ന ആഖ്യാനം വളരെ മുന്നേ തന്നെ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലുണ്ട്. എന്നാൽ പാകിസ്ഥാനെയും കടന്ന് ആഗോള തരത്തിലുള്ളൊരു സാധനമായിട്ട് മാറുന്നത് 2003 ശേഷം, അല്ല 2001 ശേഷമല്ല. എങ്കിലും അതിന് ഒരു ജീവചരിത്രം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ജീവചരിത്രം നമ്മൾ എഴുതണം. ഏതൊക്കെ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ആഖ്യാനങ്ങൾ വളർന്നു വന്നത്, അതിനെക്കുറിച്ച് വളരെ കൃത്യതയോട് കൂടി ഒരു ആഖ്യാന രൂപം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രാഥമികമായി ഈ കാര്യം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. താങ്ക് യു ബാബുരാജ് ഭഗവതി. അടുത്തതായി നമ്മളോട് ഭീകരതാഖ്യാനങ്ങൾ എങ്ങനെയാണ് ഇവിടെ സാമൂഹിക പൊതുമണ്ഡലത്തിൽ കേരളത്തിൽ പ്രതിഫലിക്കുന്നത് എന്നത് നമ്മളോട് സംവദിക്കാൻ വേണ്ടി ബഹുമാന്യനായ ഡോക്ടർ സാദിഖ് പി കെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വാർ ഓൺ ടെററിൻ്റെ ഒരു 25 വർഷം വാർ ഓൺ ടെറർ പ്രഖ്യാപിച്ച് ലോകമെമ്പാടും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി ഒരു 25 വർഷത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ലോകമെമ്പാടും നോക്കുമ്പോൾ സത്യത്തിൽ ഈ ടെറർ ഡിസ്കോഴ്സുകൾ ഒരർത്ഥത്തിൽ അത് ഒരു ഒബ്സല്യൂട്ട് ഡിസ്കോഴ്സായിട്ട് മാറിക്കഴിഞ്ഞു. ഒരർത്ഥത്തിൽ ജനങ്ങൾ അതിനെ പ്രതിരോധിച്ച് തുടങ്ങി. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്കറിയാം. മഹ്മൂദ് മംദാനി എന്ന് പറയുന്ന ആൾ ഈ എല്ലാ ആരോപണങ്ങളെയും അതിജീവിച്ച് ന്യൂയോർക്ക് പോലുള്ള നഗരത്തിൽ വാർ ഓൺ ടെററിന് കാരണമായിട്ടുള്ള സെപ്റ്റംബർ 11 അറ്റാക്ക് നടന്ന നഗരത്തിൽ മേയറായി വന്നത് അത് ഒരുപക്ഷെ ലാർജ്ലി ഒരു റെസിസ്റ്റൻസിൻ്റെയും പലതരത്തിലുള്ള സോഷ്യൽ അലയൻസിൻ്റെ ബിൽഡപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ടെറർ ഡിസ്കോഴ്സുകൾ ഒരർത്ഥത്തിൽ അതിനൊരു ക്ഷീണമുണ്ട്, അതിനൊരു ക്ഷതം ലോകമെമ്പാടും സംഭവിച്ചിട്ടുണ്ട്. അത് ലോകമെമ്പാട് മാത്രമല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ശശി തരൂർ ദ ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ടെററിസംസ് ഡാറ്റാസ് റിട്രീറ്റ് ഹൈഡ്സ് എമർജിങ് ഗ്ലോബൽ ത്രെറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ലേഖനത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. പുള്ളി പറയണതെന്ന് വെച്ചാൽ ലോകത്തുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ടെറർ അറ്റാക്കുകൾ, ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് മരണങ്ങൾ, ടെറർ റിലേറ്റഡ് മരണങ്ങൾ 28% അതിൻ്റെ ഡ്രോപ്പ്. 22% അറ്റാക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അറ്റാക്കുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത്, പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പം ഈ ടെറർ അറ്റാക്കുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീകരതയുടെ എന്താ പറയുക, ഭീകര ആക്രമണങ്ങൾ, ഭീകരതയുടെ പേരിലുള്ള മരണങ്ങൾ ലോകമെമ്പാടും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കണം? നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വേറൊരർത്ഥത്തിൽ ആ ഒരു യുദ്ധത്തിൽ ലോകം ജയിച്ചു എന്നാണല്ലോ പറയേണ്ടത്. പുള്ളിൻ്റെ ആർഗ്യുമെൻ്റ് അങ്ങനെയല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റിക്കൽ കംഫേർട്ടിൽ നിൽക്കാൻ പാടില്ല. ടെററിസം പുതിയ രൂപകങ്ങളിലേക്കും പുതിയ മാനങ്ങളിലേക്കും വരുന്നുണ്ട്. അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് പരിഗണിക്കണം. പ്രത്യേകിച്ചും അതിൽ പുള്ളി പിന്നെ ഉദാഹരണം പറയുന്നത് പ്രത്യേകിച്ചും ബോർഡറിലാണ്. അതും അതിൻ്റെ കണക്കുകളും പറയുന്നുണ്ട്. ബോർഡർ റിലേറ്റഡ് ആയിട്ടാണ് പലതരത്തിലുള്ള ടെറർ അറ്റാക്കുകൾ ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്നത് കണക്ക് പറയുന്നുണ്ട്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ടെറർ ഇസം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭീഷണി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഭീഷണി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകം അതിനെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും എന്തിനാണ് ഈ ടെറർ എന്നുള്ള ഒരു വ്യവഹാരം നിലനിർത്തുന്നതിൻ്റെ ഒരു ആവശ്യം എന്തിനാണ്? നമുക്കിപ്പോൾ ബോർഡർ ഇഷ്യൂസ് കൈകാര്യം ചെയ്യാൻ അത് ബോർഡർ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു നാഷണൽ സെക്യൂരിറ്റിൻ്റെ വേറെ പല ഡയമെൻഷൻസിലും അതിനെ വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യാം. ടെറർ എന്ന് പറയുന്ന ഈ ഡിസ്കോഴ്സിന് കിട്ടിയിട്ടുള്ള അപ്രമാദിത്യം ഒരുപക്ഷെ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക്സിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം വാർ ഓൺ ടെറർ ഏകദേശം കൊന്നത് കഴിഞ്ഞ 25 വർഷം ബ്രൗൺ യൂണിവേഴ്സിറ്റിൻ്റെ കണക്കുകൾ പ്രകാരം ഒരു 4.5 മില്യൺ ജനങ്ങളെയാണ് വാർ ഓൺ ടെറർ ഡിസ്കോഴ്സ് കൊന്നുതള്ളിയത്. തകർത്ത് കളഞ്ഞ നഗരങ്ങൾ, സംസ്കാരങ്ങൾ, നാഗരികതകൾ, അതൊക്കെ വേറെ. ടെറർ അറ്റാക്കുകളിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള കണക്കുകൾ ഏകദേശം 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും ഉള്ളിലാണ് കഴിഞ്ഞ 25 വർഷത്തെ കണക്കുകൾ. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ ഇതിന് വലിയൊരു കുറവുണ്ടായി എന്ന് പറയുമ്പോഴും ടെറർ എന്ന വ്യവഹാരത്തിന് എന്തിനാണ്, ഇപ്പോൾ ശശി തരൂരിനെ പോലുള്ളൊരു ലിബറൽ ആയിട്ടുള്ള ഒരാൾക്ക് പോലും എന്തിനാണ് നിലനിർത്തുന്നത്? ഇവിടെയാണ് ഈ ടെറർ വ്യവഹാരം ചെയ്യുന്ന വാർ ഓൺ ടെറർ വ്യവഹാരം ഒരർത്ഥത്തിൽ ഒരു ത്രെട്ടിനെ മറികടക്കുക എന്നതിനപ്പുറം അത് ഒരു രാഷ്ട്രീയത്തെ
ഒരു പ്രത്യേക രീതിയിലൊരു രാഷ്ട്രീയത്തിന് സ്ഥാപിക്കുന്നതിനും വിശിഷ്യ മുസ്ലിം രാഷ്ട്രീയ കർത്തൃത്വങ്ങളെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു ലോക ഓർഡറിനെതിരായിട്ടുള്ള ഡിസെൻറ്റുകളെ ഒരർത്ഥത്തിൽ അതിനെ അടിച്ചമർത്താനും അതല്ലെങ്കിൽ ആ ശബ്ദങ്ങളെ ഒഴിവാക്കാനുമുള്ള വഴി എന്ന നിലക്കും ഭരണകൂടങ്ങൾക്ക് കൂടുതൽ കേന്ദ്രീകൃതമായിട്ടുള്ള അവകാശങ്ങൾ, പൗരാവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു വഴി എന്ന നിലക്കുമാണ് ഇത് ഉപയോഗപ്പെട്ടിട്ടുള്ളത്. അതുവഴി എല്ലാ രാജ്യങ്ങളിലും അക്രോസ് ദ ഗ്ലോബ്, ഇന്ത്യ, ഈവൻ കേരള, ഈ ഡിസ്കോഴ്സുകൾ സഹായിച്ചിട്ടുള്ളത് ഒരർത്ഥത്തിൽ മെജോറിറ്റേറിയൻ ആയിട്ടുള്ള ഭൂരിപക്ഷ സമൂഹങ്ങളുടെ ഒരു രാഷ്ട്രീയ അഭിലാഷങ്ങളെ വളരെ നോർമലൈസ് ചെയ്യുകയും അതൊരു ഗവേണൻസിൻ്റെയും ഭരണത്തിൻ്റെയും ദേശത്തിൻ്റെയും, മുമ്പ് നമുക്കറിയാം സാംസ്കാരിക ദേശീയത പറയുന്നവർ ഒരുപക്ഷെ അതിനൊരു സാമൂഹിക അംഗീകാരം ഉണ്ടെങ്കിലും അതിന് ഒരർത്ഥത്തിലും ഒരു ഭരണഘടനാ ദത്തമായിട്ടുള്ള അവകാശം എന്നതിനപ്പുറം ഒരു എക്സെപ്ഷനായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ആകാർ പട്ടേൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എത്ര നിയമനിർമ്മാണങ്ങളാണ് വന്നിട്ടുള്ളത്. തുപ്പൽ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം മുതൽ, കൺവേർഷൻ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം മുതൽ, ബീഫ് നിയന്ത്രിക്കുന്നതിനുള്ള നിയമം മുതൽ, പലതരത്തിൽ വിശിഷ്യ മുസ്ലിം ജീവിതങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നേരത്തെ പറഞ്ഞ മറ്റ് ഡിസെൻറ്റുകളെയും. അപ്പോൾ ഇത് ഈ വാർ ഓൺ ടെററിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. വാർ ഓൺ ടെറർ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ലീഗലായിട്ടുള്ള പൗരൻ്റെ, നമുക്ക് എല്ലാ പൗരന്മാർക്കും ഉള്ള എല്ലാ അവകാശങ്ങളുണ്ട്. ഈ അവകാശത്തിൽ നിന്ന് അവകാശമുള്ളവരും അവകാശമില്ലാത്തവരും എന്ന രണ്ട് ബൈഫർക്കേഷൻ. ഏതാണ് ഗ്രീവബിൾ ആയിട്ടുള്ള ബോഡി, നമുക്ക് സഹതപിക്കാൻ പറ്റുന്ന ബോഡി ഏതാണ്, കൊല്ലപ്പെട്ടാലും മരിച്ചു പോയാലും വെടിയേറ്റ് മരിച്ചാലും ഒരിക്കലും സഹതാപം അർഹിക്കാത്ത ശരീരങ്ങൾ ഏതാണ്. മൂന്നാമത്തത് അതുപോലെ തന്നെ ഏത് തരം, ആർക്കാണ് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയുള്ളത്, ആർക്കാണ് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ, ആരുടെ അവകാശങ്ങളാണ് ഒരർത്ഥത്തിലും വാലിഡേറ്റ് അല്ലാത്തത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഗവേണൻസിനെ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, ജനങ്ങളെ തന്നെ ഒരർത്ഥത്തിൽ പൊളിറ്റിക്കലി പലരും പറഞ്ഞതുപോലെ പഴയ ക്ലാസിക്കൽ രാഷ്ട്രീയ തന്ത്രത്തിലെ ഫ്രണ്ട് എനിമി ഒരു തന്ത്രത്തിലേക്ക് പോവുകയും അതിൽ മെജോറിറ്റേറിയൻ രാഷ്ട്രീയത്തെ നമ്മുടെ പൊളിറ്റിക്കൽ സോവർണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട നോർമലായിട്ട് മാറ്റുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് വാർ ഓൺ ടെറർ ഡിസ്കോഴ്സ് കഴിഞ്ഞ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ ഇത് നിരന്തരം കേൾക്കുന്നുണ്ടാവും, ഒരു യൂട്യൂബ് ചാനൽ ഇരുന്നിട്ട് പറയാണ് തിരുവനന്തപുരത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്, ഈ ഷോപ്പുകൾ പകൽ മുഴുവൻ തുറന്നിട്ടിരിക്കുന്നു, അതിൽ ആളുകളൊന്നും വരുന്നില്ല, എന്നിട്ടും എന്തിനാണ് പകൽ മുഴുവൻ ഇവർ ഇത് തുറന്നിട്ടിട്ട് ഇന്ന് നിൽക്കുന്നത്? ആളുകളൊന്നും വരാത്ത ഷോപ്പ് എന്തിനാണ്? ആളുകൾ വരാത്തപ്പോൾ ചാല മുതലുള്ള സ്ഥലത്തുള്ള മുഴുവൻ ഇതിനെക്കുറിച്ചാണ് തത്വമസി, അങ്ങനെ എന്താണ് ആ ചാനലിൻ്റെ പേര്. അതെ അതെ. അപ്പോൾ ഒരു കടയിൽ കച്ചവടം ഇല്ലാത്തതും, ഈ കച്ചവടം ഉണ്ടെങ്കിൽ പറയും എന്തിനാണ് അവിടെ പോകുന്നത്, എന്തിനാണ് ഈ ഹോട്ടലുകളിൽ എല്ലാവരും പോകുന്നത് അതിൽ. അപ്പോൾ ഇതിനെ മുഴുവനും അവർ ബന്ധിപ്പിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഭീകരത ആഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും നേരത്തെ പറഞ്ഞ ഒരു മുസ്ലിം അപരനോടുള്ള ഒരു വിദ്വേഷത്തിലൂടെ ഒരർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഹലാൽ ഫുഡ് വിവാദം ഉണ്ടാവുന്നത്. ഈ ഹലാൽ ഫുഡ് വിവാദം യു പിയിലെത്തിയപ്പോൾ അതൊരു നിയമനിർമ്മാണമായിട്ട് മാറി. ഒരു സ്പിറ്റിംഗ് ലോ തന്നെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, തുപ്പലിനെതിരായിട്ടുള്ള ലോ. ഓൾറെഡി ഫുഡ് ആൻഡ് സേഫ്റ്റി ലോകളിലോടത്ത് എന്തിനാണ് ഈ നിയമം? അത് ഒരു ജനവിഭാഗത്തിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനാണ്. എവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എടുത്ത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു മുസ്ലിം ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കട നടത്തിയാൽ, കളിച്ചാൽ, എക്സസൈസ് എടുത്താൽ, നേരത്തെ പറഞ്ഞ കച്ചവടം നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും, കച്ചവടം പൂട്ടിപ്പോകാൻ നിൽക്കുന്നതാണെങ്കിലും പൂട്ടിപ്പോകാതിരിക്കുന്നതാണെങ്കിലും, ഇങ്ങനെ എല്ലാ വ്യവഹാരങ്ങളെയും ഈ ടെററിസത്തിൻ്റെ ഒരു പരിധിയിൽ കൊണ്ടുവരികയും അതുവഴി ഇപ്പോൾ ഇന്ത്യയിലെ നമുക്കറിയാം BJP ഇതിൻ്റെ ഒരു ഓൾറെഡി BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം അപരൻ എന്നുള്ളത് അതിൻ്റെ ലെക്സിക്കണിലുള്ളതാണെങ്കിലും ആ ലെക്സിക്കണിനെ വലിയ രീതിയിലുള്ള അതിനെതിരെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യവഹാരമായിട്ട് വളർത്തിയെടുത്തത് ഈ വാർ ഓൺ ടെററിന് ശേഷമാണ്. അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നതും അതിനുശേഷമാണ്. അവിടെ മറ്റെല്ലാ ഒപ്പോസിഷനും നിശബ്ദമായി പോവുകയും നേരത്തെ പറഞ്ഞ ലീഗൽ ബോഡി ഏതാണ്, ലീഗൽ അല്ലാത്ത ബോഡി ഏതാണ്, പൗരത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്നിക്കലി ഉണ്ടെങ്കിലും ഇങ്ങനൊരു കേസിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ടെറർ ഭീകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റെല്ലാവിധ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതായിത്തീരുന്നു. നിങ്ങളുടെ ബോഡി എന്തിനെ ഒരു സഹതാപം പോലും അർഹിക്കാത്ത ഒരു ശരീരമായിത്തീരുന്നു. ആളുകൾക്ക് ആക്രമിക്കാൻ, അതല്ലെങ്കിൽ ആളുകൾക്ക് ആർക്കും എൻക്രോച്ച് ചെയ്യാൻ
ഒരു ജനക്കൂട്ടത്തിനോ ഭരണകൂടത്തിനോ ഈസിലി എൻക്രോച്ച് ചെയ്യാൻ പറ്റുന്നൊരു ശരീരമായി അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ലോകം മുഴുവനും ഇതിനൊരു തളർച്ച ഉണ്ടെങ്കിലും കേരളത്തിൽ വളരെ ശക്തമാണ് കഴിഞ്ഞ 5 വർഷം ഈ ഡിസ്കോഴ്സ്. ഇവിടുത്തെ ലെഫ്റ്റ് റൈറ്റ് എല്ലാ ഇതിലും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ വ്യവഹാരങ്ങൾ നമുക്കറിയാം, അതിൻ്റെ ഒരു രാഷ്ട്രീയ മൈലേജ് കിട്ടുമെന്നുള്ളത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവിധ ഏത് സമരം നടക്കുകയാണെങ്കിലും എന്താണ് പറയുന്നത്, ഒരു ഇസ്ലാമോ ലെഫ്റ്റ് ആരാണ് കേരളത്തിൽ പ്രയോഗിച്ചത്? അതാണ് അതിൻ്റെ തമാശ. ഗ്ലോബലി അത് ഭയങ്കരമായിട്ട് ഇവരാണ് പ്രയോഗിക്കുന്നത്, നമ്മുടെ റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകളാണ് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് അങ്ങനെ പ്രയോഗിക്കുന്നത് ആർളം ഫാമിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളെ വ്യവഹരിക്കാൻ വേണ്ടിയിട്ട് MV ഗോവിന്ദൻ മാഷും പിന്നീട് P ജയരാജൻ അതിനെ ഇസ്ലാമോ ലെഫ്റ്റ് എന്നുള്ളൊരു വ്യവഹാരത്തിന് എടുക്കുകയും എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളെയും നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പോലും ഈ വ്യവഹാരത്തിനുള്ളിൽ വരികയും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഒരു ഗൂഢാലോചനയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത്, അപ്പോൾ ഇത് കേരളത്തിൽ ഞാൻ പറഞ്ഞ ലോകം മുഴുവനും വലിയ തിരിച്ചടി ഇതിന് നേരിട്ടു. ന്യൂയോർക്കിൽ പോലും വേണമെങ്കിൽ സൊഹ്റാൻ മംദാനിയെ പോലുള്ള അതിനെ അതിജീവിച്ച വലിയൊരു ലാർജർ സോഷ്യൽ അലയൻസ് ഉണ്ടാക്കുകയും ഒരു പ്രതിരോധം അതിനെതിരെ തീർക്കുകയും ആ പ്രതിരോധത്തിൻ്റെ വിജയം എന്ന നിലക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ തിരിച്ചാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങളിൽ ഈ ടെറർ ഡിസ്കോഴ്സുകളെ അപ്ലൈ ചെയ്യാൻ ഇടത് വലത്, ഇപ്പോൾ സിനിമ എടുത്താൽ അതിൽ എവിടെയാണ് ജിഹാദ്, അല്ലെങ്കിൽ വാർ ഓൺ ടെററിൻ്റെ ഭീകരവാദികളുടെ കൈകടത്തൽ എങ്ങനെയാണ്, സാഹിത്യത്തിൽ എവിടെയാണ്, സംസ്കാരത്തിൽ എവിടെയാണ്, ഫുഡിൽ എവിടെയാണ്, യാത്രയിൽ എവിടെയാണ്, എക്സസൈസിൽ എവിടെയാണ്, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഈ ഭീകരതയുടെ ആഖ്യാനങ്ങൾ നിർമ്മിച്ചെടുക്കുകയും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ലെജിറ്റമേറ്റ് പോയിൻ്റായിട്ട് അതിന് മാറ്റി തീർക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് വലിയൊരു ആയുസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വാർ ഓൺ ടെററിന് കാരണമായി തീർന്ന ന്യൂയോർക്ക് സിറ്റിയിൽ അതിനെ മറികടക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കേരളം പോലുള്ളൊരു സ്ഥലത്തും അതിന് പറ്റേണ്ടതാണ്. ആ രീതിയിലേക്കുള്ള ഒരു നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ പരമാധികാരം എന്നുള്ള സങ്കല്പം പൗരാവകാശങ്ങളിൽ നിന്ന് മാറി ഒരർത്ഥത്തിൽ ഫിയർ സൈക്കോസിസിൻ്റെ അടിസ്ഥാനത്തിൽ മാറിത്തീരുന്നത് എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സംവാദങ്ങളിലേക്ക് കേരളത്തിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിശേഷിച്ചും ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരിക എന്നുള്ളത് അനിവാര്യമാണ്. ആ ദിശയിലേക്ക് തിരിക്കാൻ ഈ ഒരു സെമിനാർ ഉപകാരപ്പെടട്ടെ. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് മുസ്ലിങ്ങളുടെ പൗരാവകാശത്തെ മാത്രമല്ല റദ്ദ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് തന്നെയും ഒരർത്ഥത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസം എന്നുള്ളത് തന്നെയും ഒരു ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമായി തീരുന്ന ഒരു സാഹചര്യം സംജാതമാവും. അതിനെതിരായി പോരാടി ജയിച്ചവരെ ഒരുപാട് ആളുകൾ നമുക്ക് കണ്ടു. ആ പോരാട്ടത്തിൻ്റെ ഊർജം പുതിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയത്തെ, വാർ ഓൺ ടെറർ ഡിസ്കോഴ്സുകളെ സീരിയസ് ആയി പരിഗണിക്കുന്ന ഒരു വ്യവഹാരത്തെ സൃഷ്ടിക്കാനും രാഷ്ട്രീയ ഭാഷയെ സൃഷ്ടിക്കാനും സാധ്യമാവണം. അതിന് ഈ പരിപാടി ഒരു നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. എല്ലാവരും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനാണ്. ഇപ്പോൾ നെയ്ച്ചോറൊക്കെ കഴിച്ച ക്ഷീണമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അവർക്കോട് ഓർമ്മിക്കുകയാണ്. അടുത്തതായി നമ്മളോട് സംവദിക്കാൻ വേണ്ടി ബഹുമാനനായ ടി മുഹമ്മദ് വേളം സാഹിബിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് എക്കാലത്തും അധീശത്വമുള്ള രാഷ്ട്രീയ ശക്തികൾ, അവരുടെ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധികാരം എല്ലാ കാലത്തും ഒരു യാഥാർത്ഥ്യമാണ്. പഴയ കാലത്ത് ഫ്യൂഡലിസം ഉണ്ട്, രാജവാഴ്ചയുണ്ട്, അതേപോലെ പിന്നീട് മുതലാളിത്തവും സാമ്രാജ്യത്വവും ഒക്കെ ലോകത്തുണ്ട്. പക്ഷേ ഏത് അധികാരശക്തി ഉണ്ടാകുമ്പോഴും അതിനെതിരായ ആശയങ്ങളും അതിനോടുള്ള കൗണ്ടർ പ്രതികരണങ്ങളും ഉണ്ടാവും, വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഈ പുതിയ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു സവിശേഷത,
അതിനെതിരായ ഒരു പ്രതികരണം സാധ്യമല്ല. പഴയ രാജവാഴ്ചക്കാലത്തൊക്കെ അത് തിരുവായിക്കെതിർവായില്ല എന്ന രീതിയിൽ അധികാരം ഉപയോഗിച്ച് തന്നെ ഫലം പ്രയോഗിച്ച് അതിനെ നിശബ്ദമാക്കുക എന്ന രീതി ചരിത്രത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല, മറിച്ച് ഒരു വ്യവഹാരത്തിലൂടെ ഒരാശയത്തിൻ്റെ ക്രമത്തിലൂടെ അതിനെതിരായി ഒന്നും സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ തീവ്രവാദം അല്ലെങ്കിൽ വാർ ഓൺ ടെറർ വ്യവഹാരങ്ങളുടെ സവിശേഷത. നിങ്ങൾക്ക് ഭരണകൂടം ഒരാളെക്കുറിച്ച് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്നെ ജനാധിപത്യത്തിൻ്റെ രീതി അനുസരിച്ച് പോലീസാണ് കോടതിയുടെ മുമ്പിൽ പോലീസിന് വേണ്ടി പ്രോസിക്യൂഷനാണ് എന്ന് പറയുന്നത്. ഇയാൾ കുറ്റം ചെയ്ത ആളാണ്. അത് ഏത് കുറ്റമായ ആണെങ്കിലും, സ്റ്റേറ്റിനെതിരായ കുറ്റം, അതിലെ തീവ്രവാദം, ഇങ്ങനെ എന്ത് ആണെങ്കിലും പോലീസാണ് പറയുന്നത്. ഇതിനോടുള്ള നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരടിസ്ഥാന നിലപാട് എന്താണ്? ജുഡീഷ്യറി പോലീസിനെ വിശ്വസിക്കുന്നില്ല ഏകപക്ഷീയമായി. അതുകൊണ്ടാണ് പോലീസിന് പ്രോസിക്യൂഷന് പറയാം, നിങ്ങൾ ആരോപിതനും അയാൾക്ക് പറയാനുള്ളത് പറയാം, തുല്യ അവകാശമാണ്. പ്രാക്ടീസിൽ എന്ത് നടക്കുന്നു എന്നതിൽ പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷെ തത്വത്തിൽ തുല്യാവകാശമാണ്. രണ്ടു കൂട്ടർക്കും പറയാം. എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധിക്കുന്നു. അപ്പോൾ പോലീസ് പറയുന്നത്, നേരത്തെ ഇവിടെ പാനായിക്കുളം കേസിൻ്റെ അനുഭവം വിവരിച്ചപ്പോൾ റാസി കെ റഹീം കേരള കൗമുദി പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ വന്ന വാർത്തയെക്കുറിച്ച് പിറ്റേന്ന് അന്ന് തന്നെ വാർത്ത വന്ന അന്ന് കൗമുദി പത്രത്തിൽ കോഴിക്കോട് അതിൻ്റെ എഡിഷനിൽ ചെന്നിട്ട് പരാതി പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പത്രാഫീസിൽ നിന്ന് പറയുന്ന മറുപടി, ഞങ്ങൾക്കിത് അവിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം പോലീസ് പറഞ്ഞതാണ് എന്നാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത ഇതാണ്, ശരിക്കും പോലീസിന് ഒരു ആധികാരികതയും നമ്മുടെ നിയമവ്യവഹാരത്തിൽ ഇല്ല. പക്ഷേ തീവ്രവാദ കേസുകളുടെ സവിശേഷത, അങ്ങനെ ഗവൺമെൻറ് പോലീസ് ഒരാൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞാൽ അതിന് ആധികാരികതയുണ്ട് എന്ന് മാത്രമല്ല, അതിനെതിരെ നിങ്ങൾക്കൊന്നും പറയാൻ കഴിയുകയില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പറയുന്ന ആളും തീവ്രവാദിയാകും. ഇവിടെ എന്തിനെക്കുറിച്ചും ഡിസെൻറ്റ് അല്ലെങ്കിൽ അതിൽ ഡിബേറ്റ് സാധ്യമാണ്. ദൈവമുണ്ട് എന്നൊരു കൂട്ടർ പറഞ്ഞാൽ ദൈവം ഇല്ല, എന്ത് പറഞ്ഞാലും അതിൽ ഡിബേറ്റ് സാധ്യമാണ്. പക്ഷെ ഒരാൾ ഇപ്പോൾ ടി മുഹമ്മദ് വേളം തീവ്രവാദിയാണ് എന്ന് നാളെ പോലീസ് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് തീവ്രവാദിയാ, അല്ലെങ്കിൽ അയാൾ തീവ്രവാദി അല്ല, അല്ലെങ്കിൽ ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന അതിനോട് തന്നെ ചേർന്ന ഒരു കാര്യമുണ്ട്. ആരാണ് പറഞ്ഞത്? അത് ബാബുരാജ് ഭഗവതിയാണ് പറയുന്നതെങ്കിൽ ബാബുരാജ് ഭഗവതിയും തീവ്രവാദിയാണ്. അല്ലെങ്കിൽ അത് പറയുന്നത് സാദിഖ് പി കെ ആണെങ്കിൽ സാദിഖ് പി കെയും തീവ്രവാദിയാണ്. തീർന്നു. നിങ്ങളെ ഈ ഒരു അന്തരീക്ഷമുള്ളത് കൊണ്ട് തന്നെ ആരും ഗവൺമെൻറ് തീവ്രവാദിയാണ് എന്ന് പറയുന്ന ആളുടെ കാര്യത്തിൽ അല്ല എന്ന് പറയാൻ ആരും ധൈര്യപ്പെടുകയില്ല. കാരണം പറയുന്ന ആളും അങ്ങനെ പറയുന്ന ആൾ തീവ്രവാദിയായി മാറും. വെറുതെ, കാരണം തീവ്രവാദിയാവുക എന്നത് വേറെ ഒരു കാര്യം പോലെയല്ല. ഒരു പൗരന് നിലനിൽക്കാനുള്ള സമസ്താവകാശങ്ങളും നിഷേധിക്കപ്പെടുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അത്ര ഒരു റിസ്കിന് ആരും നിൽക്കുകയില്ല. ഇങ്ങനെയാണ് ഈ വ്യവഹാരം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാഥമികമായൊരു കാര്യമാണ്. പോലീസ് തീവ്രവാദിയാണ് എന്ന് പറയുന്ന ഒരാൾ തീവ്രവാദിയാണോ അല്ലേ, അതൊരു ഡിബേറ്റ്, ഒരു സംവാദ വിഷയമെങ്കിലും അതാവേണ്ടതുണ്ട്, അതാക്കാൻ കഴിയേണ്ടതുണ്ട്. പോലീസിന് പറയാനുള്ളത് പോലീസ് പറയട്ടെ. പക്ഷേ പ്രതികൾക്കും ആരോപിതർക്കും പലതും പറയാനുണ്ട്. അത് കേട്ടാൽ മനുഷ്യർക്കും പല കാര്യങ്ങൾ മനസ്സിലാകും. ചിലപ്പോൾ പോലീസ് പറയുന്നത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ ആരോപിതർ പറയുന്നതായിരിക്കാം ശരി, അല്ലെങ്കിൽ രണ്ടിനുമിടയിൽ പലതരം ശരികൾ ഉണ്ടാകാം. ഇങ്ങനെ ഏത് കാര്യവും അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു ഡിസ്കോഴ്സിനെ ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇത് വളരെ ഏകപക്ഷീയമായ ഒരു കാര്യമായി നടക്കുകയാണ്. ഇതൊരിക്കലും വെള്ളം കടക്കാത്ത അറയായി, കാറ്റും വെളിച്ചവും കടക്കാത്ത ഇടമായിട്ട് എന്താണോ പോലീസ് പറയുന്നത്, അതുകൊണ്ട് പോലീസിന്
എന്ത് കഥയും കെട്ടിയുണ്ടാക്കാം, ആരെക്കുറിച്ചും കഥ ഉണ്ടാക്കാം. ഏത് സർക്കാരിന് ഏത് വിയോജിപ്പിനെയും അത് തീവ്രവാദ കേസാണ് എന്ന് പറഞ്ഞാൽ മതി. സർക്കാർ വേണ്ട, അത് വളർന്ന് നേരത്തെ ഇവിടെ സാദിഖൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മളെപ്പോലെ വളരെ സമൂഹത്തിൽ പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, അവർക്ക് മതത്തിൻ്റെ പശ്ചാത്തലമുണ്ടാകും, സമുദായത്തിൻ്റെ പശ്ചാത്തലമുണ്ടാകും. അവർ ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചാൽ അത് തീവ്രവാദമാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആ വിമർശനത്തിന് മറുപടി പറയേണ്ടതില്ല. കഴിഞ്ഞ കുറേ കാലം CPM ചെയ്തതാണ്. നമ്മളൊക്കെ ഉന്നയിക്കുന്ന പലതരം ഡിസെൻറ്റുകളോട്, വിമർശനങ്ങളോട് അവർ തീവ്രവാദികളാണ്. ഇനി തീവ്രവാദികളാണെന്ന് വെക്കുക, എന്നാൽ ഈ പറയുന്നതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ നടത്തിയ ഈ വികസന പ്രവർത്തനം ശരിയല്ല, അതിൻ്റെ മറുപടി നിങ്ങൾ തീവ്രവാദികളാണെന്നാണോ? നിങ്ങൾ മതരാഷ്ട്രവാദികളാണെന്നാണോ? അതിന് മറുപടി പറയണമല്ലോ. അതാണല്ലോ ഒരു രാഷ്ട്രീയ സംവാദം, പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മൾ ഇതൊരു ശൂന്യതയിൽ നിന്നൊരു കാര്യം ഉന്നയിക്കുകയല്ലോ. ഒരു നാട്ടിലെ ജനങ്ങൾക്കൊരു ജീവൽ പ്രശ്നം ഉണ്ടാകുന്നു, അതിൽ ഭരണകൂടം ഒരു തെറ്റായ സമീപനം സ്വീകരിക്കുന്നു, നമ്മൾ അതിനോട് വിയോജിക്കുന്നു. അത് വിയോജിച്ചാൽ പറയുന്നവർ തീവ്രവാദിയാണ്. ഇനി പറയുന്നവൻ തീവ്രവാദിയാന്ന് തന്നെ വെക്കുക, എങ്കിൽ ഇതാണോ മറുപടി? അത് വേറെ പറയേണ്ട കാര്യമല്ലേ? അപ്പം എന്തിനേയും നിശബ്ദമാൻ പറയുന്നവർ തീവ്രവാദികളല്ല എന്നത് മറ്റൊരു കാര്യം അല്ലേ? അപ്പോൾ എന്തിനേയും നിശബ്ദമാക്കാനുള്ള എളുപ്പ വഴിയായിട്ട് തീവ്രവാദം എന്നത് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അത് പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചോദിക്കില്ല. തിരുവായ്ക്കെതിർവായില്ലാത്ത ഒരു വ്യവസ്ഥയാണത്, ഒരു വ്യവഹാരമാണത്. അത് പറ്റില്ല. മറുഭാഗത്ത് എത്ര ശരി എത്ര തെറ്റ്, ആരോപിതൻ എത്ര അളവിൽ കുറ്റവാളിയാണ് അല്ലേ, ഇതൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ എല്ലാം ഡിബേറ്റിന് വിധേയമാണ്. ഇതും ചർച്ചയ്ക്ക് വിധേയമാകണം. ചർച്ച ചെയ്യാൻ പറ്റില്ല. തൊട്ടാൽ പൊള്ളും, തൊട്ടാൽ പൊട്ടും. ആരെങ്കിലും പറഞ്ഞു പോയാൽ അവനും ഇതായിത്തീരുന്ന ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ, വളരെ നമ്മൾ ഇൻഡിഫറൻ്റായിട്ട് ആലോചിച്ചാൽ വളരെ കൗതുകകരമായ ഒരു കാര്യമാണിത്. ഇതിനെ തകർക്കുക എന്ന് പറയുന്നത്, ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, യഥാർത്ഥത്തിൽ ഈ ഭീകരത, മനുഷ്യരുടെ മേലെ അക്രമങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് ലോകത്ത് രണ്ട് കൂട്ടരാണ് ചെയ്യുന്നത്. ഒന്ന് ഭരണകൂടം തന്നെയാണ് ചെയ്യുന്നത്, മറ്റൊന്ന് അപ്പോൾ ഒന്ന് ഭരണകൂടമാണ് ലോകത്തിലെ ഏറ്റവും എക്കാലത്തെയും വലിയ ഭീകരതയുടെ ആളുകൾ എന്ന് പറയുന്നത്. നിയമാനുസൃതമായും നിയമാനുസൃതമല്ലാതെയും ഒക്കെ അതിൻ്റെ ഇരകളാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ രാവിലെ മുതൽ ഇന്ന് പരിപാടി അവസാനിക്കുന്നവരെ കാണുകയും കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ. ഇനി ഭരണകൂടം അന്യായമായി നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, മറ്റൊന്ന് ശരിക്കുമുള്ള ടെറർ ഗ്രൂപ്പുകളും മിലിറ്റൻസിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, അത് അവരുടെ പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പൗരാവകാശങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതൊരു ടെററിസമാണ്, അല്ലെങ്കിൽ ടെററിസത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ടാവും. ഇങ്ങനൊരു പരിപാടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇത് ടെററിസ്റ്റ് പരിപാടിയാണ്, അല്ലെങ്കിൽ ടെററിസത്തിന് കഞ്ഞിവെക്കുന്ന പരിപാടിയാണ്. ടെററിസ്റ്റുകൾ പറയുന്നത് സ്ഫോടനങ്ങൾ നടത്തുന്നത് ശരിയാണ്, അതൊരു രാഷ്ട്രീയമായ വഴിയാണ് എന്നാണ് അവർ പറയുന്നത്. ചരിത്രത്തിൽ എക്കാലത്തും ജനാധിപത്യമൊക്കെ ഉണ്ടായ കാലം മുതലേ അതിൻ്റെ തന്നെ കൂടെ ഈ സാധനവുമുണ്ട് പാരലായിട്ട്. പക്ഷെ പൗരാവകാശ പ്രവർത്തകർ പറയുന്നത് ഇവർ ഈ പണി ചെയ്തിട്ടില്ല, ഇവരുടെ മേൽ നിങ്ങൾ ആരോപിച്ചതാണ് എന്ന് പറഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങൾ തെറ്റാണ് എന്നാണ്. പൗരാവകാശ പ്രവർത്തനങ്ങളെന്ന് പറയുന്ന ഈ വ്യവഹാരത്തിന് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ട്. അത് മിലിറ്റൻസിക്കെതിരായ ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമാണ്. അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് എന്നതാണ്. നിരപരാധികളായ മനുഷ്യരെ നിങ്ങൾ തീവ്രവാദികളെന്ന് ആരോപിച്ച് ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം, ഈ പറയുന്നവരുടെ വഴി സ്ഫോടനങ്ങളുടേതല്ല, തോക്കിൻ്റെതല്ല, മറിച്ച് സമാധാനപരമായ ജീവിതത്തിൻ്റെതും പ്രവർത്തനത്തിൻ്റെതുമാണ്. അങ്ങനെ ജീവിക്കുന്നവർ പലരും രാഷ്ട്രീയ പ്രവർത്തകർ പോലും ആയിക്കൊള്ളുന്നില്ല, വേറെ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവർ ജനാധിപത്യത്തിൻ്റെയും നിയമവാഴ്ചയുടെയും വഴികളിലൂടെ
മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അവരെ നിങ്ങൾ തീവ്രവാദി എന്ന് ആരോപിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്ന് പറയുന്നവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം ഭരണകൂടവും യഥാർത്ഥത്തിലുള്ള ടെററിസ്റ്റുകളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിൽ ഒരു പവർ അല്ലെങ്കിൽ ഒരു കൂട്ടരെ ഒരു കൂട്ടരുടെ മേൽ ഒരു വ്യവഹാരം കൊണ്ട് ആധിപത്യം സ്ഥാപിക്കുക, ഇതിൻ്റെ മുസ്ലിങ്ങൾ പറയുന്നതിനെ നിശബ്ദമാക്കുക, ഇതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിൽ ഒരാൾ തീവ്രവാദി കേസിൽ ആരോപിതനായി കഴിഞ്ഞാൽ, നാട്ടിൽ പല ആളുകളും ഉള്ളതോ ഇല്ലാത്തതോ ആയ കേസുകളിൽ ആരോപിതരാകാറുണ്ട്. അത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സമൂഹം അതിന് കൊടുക്കുന്നൊരു രീതിയുണ്ട്. പക്ഷേ തീവ്രവാദ കേസിൽ ഒരാൾ ആരോപിതനായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ എല്ലാ ആത്മാഭിമാനവും അന്തസ്സും ഇല്ലാതായിത്തീരും എന്നതാണ്. അപ്പോൾ ഈ പൗരാവകാശ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ പരപ്പനങ്ങാടി സക്കരിയയുടെ കേസിൽ അവിടെ സോളിഡാരിറ്റി മറ്റു പല ഇത്തരം മൂവ്മെൻറ്റുകളും ഇടപെട്ടിട്ടുണ്ട്. ആ കേസിൽ ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല, സക്കരിയ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ പൗരാവകാശ പ്രവർത്തകരോട് വലിയ ഒരു കടപ്പാട് ആ കുടുംബത്തിനുണ്ട്. അതിൻ്റെ കാരണം കേസിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതല്ല, ആ നാട്ടിൽ ആ മനുഷ്യർക്ക്, ആ കുടുംബത്തിന് ആത്മാഭിമാനവും അന്തസ്സും വീണ്ടെടുത്തു നൽകി എന്നതാണ്. ഈ ആത്മാഭിമാനവും അന്തസ്സും ഒരു ഉപോൽപ്പന്നമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കേസുകൾക്ക് രണ്ട് തലമുണ്ട്. ഒന്ന് കേസ് എന്ന് പറയുന്ന അതിൻ്റെ റിയൽ കോർ തലമാണ്, മറ്റൊന്ന് അതിനേക്കാൾ അപ്പുറത്തുള്ള ഒന്നാണ്. ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ സമുദായം, ഇതിൻ്റെയൊക്കെ അന്തസ്സ് നഷ്ടപ്പെടുത്തുക, അവരുടെ മേൽ അവരെ നിന്ദ്യരാക്കി തീർക്കുക, അവരുടെ മേൽ ഒരു തരത്തിലുള്ള അധികാര പ്രയോഗം നടത്തുക എന്നൊരു കാര്യം ഇവിടെയുണ്ട്. അപ്പോൾ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കേണ്ടത് ഇതിനെ മറികടക്കുക. നമുക്ക് കോടതിയിൽ പോയിട്ട് ആളുകളുടെ നിരപരാധിത്വം വെളിപ്പെടുത്തി മോചിപ്പിച്ചെടുക്കാൻ ഒരു പക്ഷേ കഴിയില്ലായിരിക്കാം. പക്ഷെ സമൂഹത്തിൽ ഒരു ആളുടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ മേൽ അവരെ നിന്ദ്യരാക്കിയിട്ട് അവരുടെ മേൽ സ്ഥാപിച്ചെടുക്കുന്ന ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിന് ആളുകൾ വിധേയരാവുകയാണ്. അതെ, ഞങ്ങൾ തീവ്രവാദികളാണ്, അല്ലെ, ഞങ്ങളുടെ സമുദായത്തിൽ ഒരുപാട് തീവ്രവാദികളുണ്ട്, അതുകൊണ്ട് തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്. എല്ലാ മതത്തിൻ്റെ മിമ്പറുകളിൽ നിന്നും ഔപചാരിക സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം തീവ്രവാദത്തെക്കുറിച്ച്, തീവ്രവാദത്തിനെതിരായിട്ട് ഒരു സമൂഹവും സമുദായവും ഒക്കെ നിരന്തരം സംസാരിക്കുക, ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് പറയാനുള്ള അധിക ബാധ്യത ഉണ്ടായിത്തീരുക. ഇങ്ങനെ ഇതൊരു അധികാര പ്രയോഗമാണ്. ഒരു സമൂഹത്തെ താഴ്ത്തിക്കെട്ടുവാനുള്ള, അവരുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. ഇതിനെ സാമൂഹിക മണ്ഡലത്തിൽ ചോദ്യം ചെയ്യുക മാത്രമല്ല മറികടക്കുകയും ചെയ്യുക എന്നത് അതൊരു നിയമപ്രവർത്തനമല്ല, അതൊരു സാമൂഹിക പ്രവർത്തനമാണ്. അതിന് ഇത്തരം പരിപാടികൾ, ഇത്തരം ആശയങ്ങൾ, ഇതിലൂടെയൊക്കെ ഇത് ഇങ്ങനെയുള്ള നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമാന്തരങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരം കേസുകൾ ഉള്ള ആരോപിതരായ മനുഷ്യരുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മേൽ അധികാരം സ്ഥാപിച്ചെടുക്കാനും അവരെ നിന്ദ്യരാക്കി തീർക്കാനുമുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ ഇങ്ങനെ തന്നെയാണ്. അത് ഒരു സമൂഹത്തോടുള്ള വിദ്വേഷ പ്രചരണം മാത്രമല്ല, അതൊരു അധികാര പ്രയോഗമാണ്. ഇതിനെ മറികടക്കുക, ഇതിനെ മറിച്ചിടുക, അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ആത്മാഭിമാനവും അന്തസ്സും എല്ലാ എന്തോ ഒരു അധികമായ കാര്യം ചോദിക്കുകയല്ല, അധികമായൊരു കാര്യം സ്ഥാപിച്ചെടുക്കുകയല്ല. ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും പോലെ, ഇവിടെയുള്ള എല്ലാ പൗരന്മാരെയും പോലെ തുല്യമായ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. നന്ദി ടി മുഹമ്മദ് സാഹിബ്. അടുത്തതായി നമ്മളോട് സംബന്ധിക്കാൻ ബഹുമാനപ്പെട്ട ലതീത ഫർസാനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് ദീർഘിപ്പിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ എനിക്ക് പറയാനില്ല. ഇപ്പോൾ സാദിഖൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു തുടർച്ച എന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.
നമ്മൾ പൊതുവേ വാർ ഓൺ ടെററിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഭയങ്കര ദൃശ്യങ്ങൾ ഓർമ്മ വരും. അതായത് യുദ്ധം, അധിനിവേശം, പിന്നെ അഫ്ഗാന്, ഇറാഖ്, ഇങ്ങനെ പല ദൃശ്യങ്ങളാണ് നമ്മൾ ചരിത്രമായിട്ട് എപ്പോഴും ഓർത്തെടുക്കുക. പക്ഷേ ഈ ദൃശ്യതയുടെ ചരിത്രത്തിനപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഭാഷയുടെ അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മുസ്ലിങ്ങൾക്ക് തന്നെ വന്ന ഭാഷയിൽ ഒരു ഷിഫ്റ്റിങ് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാർ ഓൺ ടെററിനെ കുറിച്ച് പറയുമ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇതൊരു നമ്മളെപ്പോഴും പറയുക എങ്ങനെ ആദ്യം നിരപരാധിത്വം തെളിയിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയിൽ എനിക്ക് ഇങ്ങനെയല്ല പറയാനുള്ളത്, ഞാൻ ഇതല്ല അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഞാനല്ല എന്നുള്ള ഒരു നിരപരാധിത്വം തെളിയിക്കാം. നമ്മൾ പൊളിറ്റിക്കൽ തിയറിയിൽ പൊളിറ്റിക്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയും നമ്മളിതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്നസെൻസ് ആദ്യം തെളിയിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് വാർ ഓൺ ടെറർ കൊണ്ട് ഉണ്ടായതൊന്നുമല്ല, അതിന് മുന്നും ഉണ്ടായിട്ടുള്ള നിലനിന്ന് വന്നിട്ടുള്ളൊരു ഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നസെൻസ്, നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളൊരു രീതിയാണ് എപ്പോഴും നമുക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാർ ഓൺ ടെറർ പുതിയതായിട്ട് തന്നൊരു ഭാഷയല്ല. നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് കൊളോണിയൽ ഹിസ്റ്ററിയിലോട്ട് പോയാൽ മതി. നമ്മളിപ്പോൾ മാപ്പിള സമുദായം ആണെങ്കിലും ഖിലാഫത്ത് മൂവ്മെൻ്റ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു ഇന്നസെൻസിൻ്റെ ഭാഷയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ശരിക്കും നമ്മുടെ ചരിത്രം തന്നെ പരിശോധിക്കേണ്ടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ മാപ്പിള ഖിലാഫത്ത് മൂവ്മെൻറ്റിന് ആ ഒരു ഭാഷയുടെ ചരിത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുക. അത് ഭയങ്കരമായ മതപരമായിട്ടുള്ള ഒരു വികാരത്തെ അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തെ സാധൂകരിച്ചെടുക്കാനുള്ള ഒരു സമരമോ പോരാട്ടമോ മാത്രമായിരുന്നില്ലല്ലോ. അത് ശരിക്കും പറയുമ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും പിന്നെ അതേപോലെ തന്നെ യൂറോപ്യൻ കൊളോണിയൽ സാമ്രാജ്യത്തിൻ്റെ ഒരു ബന്ധവും ഒക്കെ ചേർത്ത് കെട്ടിക്കൊണ്ട് ആഗോള രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ സമയത്ത് സ്വീകരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ചരിത്രം, ഭാഷയുടെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്സ് ഓഫ് ഇന്നസെൻസ് അല്ല, സബ്ജക്റ്റിവിറ്റിയുടേതാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വാർ ഓൺ ടെറർ ശരിക്കും ഇതൊരു പുതിയൊരു ക്രമം കൊണ്ടുവന്നതൊന്നുമല്ല. ഇപ്പോൾ ആ സമയത്ത് മുസ്ലിങ്ങളെക്കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത് ഫനാറ്റിക്സ് എന്നാണ്. ഫനാറ്റിക് എന്ന പ്രയോഗമാണ് ശരിക്കും നടത്തിയത്. അപ്പോൾ ഫനാറ്റിക് ഒരു യുക്തിയില്ലാത്ത മതപരമായിട്ടുള്ള മതഭ്രാന്തന്മാർ എന്ന ലോജിക്ക് അന്ന് ഗാന്ധി പോലും അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിയും അതേ പ്രയോഗം തന്നെയാണ് ശരിക്കും മലബാർ സമരത്തെക്കുറിച്ചൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഫനാറ്റിക് എന്ന ഭാഷ സ്വീകരിച്ച ആ കാലത്തിൽ നിന്ന് വാർ ഓൺ ടെററിന് ശേഷം റാഡിക്കൽ അല്ലെങ്കിൽ വാർ ഓൺ ടെററിൻ്റെ സമയത്ത് റാഡിക്കലായിട്ടുള്ളത് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിസ്റ്റുകൾ, പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് എന്ന ഭാഷയിലോട്ടുള്ള ഒരു ഷിഫ്റ്റിങ്. അത് ഭാഷാ പ്രയോഗം മാറുന്നു, പക്ഷെ അതിൻ്റെ ഉദ്ദേശം മാറുന്നില്ല, അതിൻ്റെ യുക്തി മാറുന്നില്ല എന്നതാണ് നമുക്ക് ശരിക്കും ഇവിടെ കാണാൻ സാധിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ സാംസ്കാരികമായിട്ടുള്ള വശം പരിശോധിച്ച് നമ്മൾ 2010 ഇറങ്ങിയിട്ടുള്ള പിന്നെ മൈ നെയിം ഈസ് ഖാൻ എന്ന് പറയുന്ന സിനിമ, മൈ നെയിം ഈസ് ഖാൻ ഐ എം നോട്ട് എ ടെററിസ്റ്റ് അങ്ങനെ എന്തോ. അപ്പോൾ മൈ നെയിം ഈസ് ഖാൻ ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ കാലത്തുള്ള മുസ്ലിം പൊതുരാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു ആകെ തുക, ഭാഷയുടെ ആകെ തുക എന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റും. അതായത് ഒരു മുസ്ലിമിന് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാം, നിനക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കാം, പക്ഷെ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നീ എന്ത് ചെയ്യണം, തീവ്രവാദത്തെ അവലംബിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം നീ വെളിവാക്കണം. അല്ലെങ്കിൽ നിനക്ക് ഫലസ്തീനെ കുറിച്ച് സംസാരിക്കാം, ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ഹമാസിനെ എതിർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡു യു കണ്ടം ഹമാസ് എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്തതിന് ശേഷം മാത്രമേ പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അതായത് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം, പക്ഷേ നീ അൽ-ഖ്വായിദയെ ആദ്യം എതിർക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമാക്കണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തെ കേൾക്കാനല്ല എന്നുള്ളത് നമുക്ക് കൃത്യമാണ്. അത് രാഷ്ട്രീയത്തെ കേൾക്കുക എന്നതിനപ്പുറത്തോട്ട് ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ നമ്മൾ ആദ്യം പാസ്സാവണം.
ഇവിടെ നിശ്ചയിക്കപ്പെട്ട പരീക്ഷ പാസ്സായാൽ മാത്രമാണ് ഈ രാഷ്ട്രീയം പറയാനുള്ള അവകാശം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ കേൾക്കാൻ പോലും വില്ലിങ് ആവുകയുള്ളൂ എന്നുള്ളൊരു ക്രമം, ഒരു രാഷ്ട്രീയ വ്യവസ്ഥ, അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ വ്യവസ്ഥ ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വാർ ഓൺ ടെററിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് നമുക്ക് എല്ലാ കാലത്തും ഇത് തന്നെയാണോ ഭാഷ എന്നുള്ളത് നമ്മൾ ചരിത്രത്തിലോട്ട് പോകണം അല്ലെങ്കിൽ നോക്കണം എന്ന് പറയാനുള്ളൊരു കാരണം, ഇത് ഒന്നിൻ്റെയും ഒരു തുടർച്ചയല്ല. വാർ ഓൺ ടെറർ ഉണ്ടാക്കിയത് പുതിയൊരു സാധനമല്ല. അത് നമ്മൾ പറയുന്ന പോലെ അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ ഭാഷാ പ്രയോഗങ്ങൾ മാറുന്നു, പക്ഷെ അതിൻ്റെ യുക്തിയും ഉദ്ദേശവും മാറുന്നില്ല എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ മുഖ്യധാര രാഷ്ട്രീയത്തിലോട്ട് എടുത്ത് നമ്മൾ ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സ്വാഭാവികമായിട്ടും ഈ ഭാഷയെ നമ്മൾ കടമെടുക്കും. അപ്പോൾ ആ ഭാഷ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കും. അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിനൊരു പരിമിതിയുണ്ട്. ഇതെപ്പോഴും ഞാൻ എന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പക്ഷേ എന്നാലൊട്ട് അത് പ്രൂവ് ചെയ്യപ്പെടുകയുമില്ല, കാരണം അത് അതിൻ്റെ ആവശ്യമല്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ നമ്മളെ ഭാഷയെ തന്നെ എന്ത് ചെയ്യും, ഒന്നും കൂടെ റീവർക്ക് ചെയ്തുകൊണ്ട് അത് സബ്ജക്റ്റിവിറ്റിയുടെ ഭാഷയായിട്ട് മാറുന്നൊരു സാഹചര്യത്തിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. അതായത് ഈ ഭാഷ നമ്മൾ ഇന്നസെൻസിൻ്റെ ഭാഷയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സബ്ജക്റ്റിവിറ്റിയുടെ ഭാഷ എടുക്കുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ ശരിയായ രൂപം കാണുക. അതായത് അവർക്ക് എപ്പോഴും മുഖ്യധാര രാഷ്ട്രീയത്തിന് ഇവിടെ എപ്പോഴും രക്ഷാകർതൃത്വത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതായത് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ എന്നെ നീ സംരക്ഷിക്കേണ്ട എന്ന ഭാഷ നമ്മൾ എടുക്കുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ തീവ്രവാദ ആഖ്യാകളിൽ നിന്ന് ഞാൻ നിന്നെ സംരക്ഷിക്കാം, നീ നിൻ്റെ കഥകൾ മാത്രം പറയും, ബാക്കി ഭാഷ ഞാൻ ഉണ്ടാക്കാം എന്ന ലാംഗ്വേജിൽ നിന്ന് എൻ്റെ ഭാഷയും ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന ലാംഗ്വേജ് നമ്മൾ എടുക്കുന്നതോടുകൂടി ഈ മുഖ്യധാര രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർ ഇതേ ലാംഗ്വേജ്, വാർ ഓൺ ടെററിൻ്റെ ഇതേ ലാംഗ്വേജ്, ഇതേ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളെ പ്രോബ്ലമാറ്റിക് ആക്കും. അപ്പോൾ നമ്മളത് അതായത് മുഖ്യധാര മനുഷ്യാവകാശ രാഷ്ട്രീയത്തിൽ അത് കാണാൻ പറ്റും, പിന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റും, ഇനി ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിൽ കാണാൻ പറ്റും. ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിന് മുസ്ലിം സ്ത്രീ ഓക്കെയാണ്, പക്ഷേ അതായത് ഒരു മുസ്ലിം സ്ത്രീയായ ഞാൻ ഇസ്ലാമിൽ മുസ്ലിം പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആയിട്ടുള്ള, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആയിട്ടുള്ള മുസ്ലിം പുരുഷനിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നത് വരെ മാത്രമേ ഒരു മുസ്ലിം സ്ത്രീയായി എനിക്ക് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിൽ ഇടമുള്ളൂ. ആ ലാംഗ്വേജിന് അപ്പുറത്തോട്ട് ഇസ്ലാമിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങളിൽ നിന്നുകൊണ്ട് സബ്ജക്റ്റിൽ നിന്ന് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇടമില്ല. അപ്പോൾ ഇത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അത് സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, നമ്മൾ സാംസ്കാരിക ഇടപെടലുകളുണ്ട്, ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിലുമുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഇന്നസെൻസ് നിരപരാധികളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന അല്ലേ, അത് പ്രശ്നമാണെന്നല്ല, പക്ഷെ നമ്മൾ ആ ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു സബ്ജക്റ്റിവിറ്റിയുടെ മടങ്ങിപ്പോക്ക് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇന്നസെൻസിൻ്റെ കൂട്ടായ്മ നിരപരാധികളുടെ സമ്മിറ്റൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മളല്ലെങ്കിൽ IS ഇസ്ലാം അല്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഭാഷ നമുക്ക് പറ്റില്ല, അത് എന്നെ തടഞ്ഞു നിർത്തുകയാണ് എന്ന പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതല്ല എന്തുകൊണ്ട് ഞാൻ പ്രശ്നവൽക്കരിക്കപ്പെടുന്നു എന്ന ഭാഷയിലോട്ട്, അത് ഞാനൊരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ഞാനൊരു റാഡിക്കൽ ആവുന്നു, ഞാനിവിടെ എൻ്റെ എക്സിസ്റ്റൻസ് തന്നെ പ്രോബ്ലമാറ്റിക് ആണ് എന്ന ഭാഷയിലോട്ട് നമ്മൾ മാറുമ്പോൾ ഈ തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും അത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും എല്ലാത്തരം ഡിസ്കോഴ്സിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഷ സ്വീകരിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഒരു രാഷ്ട്രീയത്തെ ഏറ്റവും ഇസ്സത്തോടു കൂടി നമ്മളെ സ്വത്വത്തെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ രക്ഷ തേടുന്ന ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കുന്ന ഭാഷയിൽ നിന്ന് നമ്മൾ സബ്ജക്റ്റിവിറ്റിയുടെ ഭാഷയിലോട്ടുള്ള ഒരു മടങ്ങിപ്പോക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു പ്രോഗ്രാം പോലും സംഭവിക്കുന്ന ഇടമായി മാറുക എന്നുള്ളത് മാത്രം പറയാണ്. ഇപ്പോൾ എന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ റാസിക്ക സംസാരിക്കുന്ന സമയത്ത് റാസിക്ക ഞാൻ എന്തുകൊണ്ട് നിരപരാധിയാണ് എന്ന് സംസാരിക്കാനല്ല, എന്ന് പറയാനല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. റാസിക്ക പുസ്തകം എഴുതുന്നത് ഞാൻ എന്തുകൊണ്ട് നിരപരാധിയാണെന്ന് പറയാനല്ല, എന്തുകൊണ്ട് ഞാനിവിടെ ഭരണകൂടത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് ഞാനൊരു പ്രശ്നം പിടിച്ചൊരു രൂപമായി മാറുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഭാഷയിലോട്ടുള്ള നമ്മുടെ തിരിച്ചുപോക്കാണ് ഏറ്റവും ശക്തമായൊരു രാഷ്ട്രീയ ഭാഷ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ലതീത. നമ്മൾ
കുറച്ച് സമയത്തേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഓപ്പൺ ഡിസ്കഷനാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. നിലവിൽ പങ്കുവയ്ക്കപ്പെട്ട അഭിപ്രായങ്ങളോട് പ്രതികരണങ്ങൾ അറിയിക്കാം. ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് പെട്ടെന്ന് സഹകരിക്കാം. ഇവിടെ സംസാരം നല്ലതായിരുന്നുവെങ്കിലും ഈ ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധ വംശീയത ആണ് ഇസ്ലാമോഫോബിയെങ്കിലും ഈ മുസ്ലിം സംഘാടനത്തെ ഭീകരവൽക്കരിക്കുക, വംശീയവൽക്കരിക്കുക, അതിനെ വിഭജന യുക്തിയിൽ കാണുക എന്നതാണ്. അപ്പം അത് ഒന്ന് ഈ ഒരു ഇപ്പോൾ വാർ ഓൺ ടെറർ എന്ന് പറയുമ്പോൾ വാറും തെറ്റാണ്, ടെററും തെറ്റാണ്. പക്ഷേ നമുക്ക് വാറ് ശരിയും ടെറർ മാത്രം തെറ്റാവുന്ന ആ സാഹചര്യത്തിൽ ടെറർ മാത്രം തെറ്റാവുന്നത് ഈ മുസ്ലിം സംഘാടനത്തെ ഭീകരവൽക്കരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രെയിംവർക്ക് കൂടി ഒന്ന് ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. ചോദ്യമല്ലല്ലോ ചോദിച്ചത്. ഓക്കെ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ മൈക്ക് കൊണ്ട് തരും. മൈക്കൊന്ന് അടുപ്പിച്ച് വെച്ച് സംസാരിക്കണേ, ശബ്ദം കേൾക്കാൻ. ഇതിൽ എനിക്ക് തോന്നുന്ന പ്രതീക്ഷ പറഞ്ഞൊരു കാര്യത്തിനോട് നേരിട്ട് പറയില്ല, മറിച്ച് പുതിയ ഭീകരതയുടെ ആഖ്യാനത്തിൻ്റെ ഒരു കാലത്തുണ്ടായ ഒരു പ്രത്യേകത, യുദ്ധവും ഭീകരതയും വേറെയായിട്ട് മാറില്ല ചെയ്യുന്നത്, മറിച്ച് സിവിൽ ലൈഫിലേക്ക് യുദ്ധത്തിൻ്റെ യുക്തി കടന്നു വരികയാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സിവിൽ ലൈഫിൽ ഇപ്പോൾ ഭീകരതയുടെ ആഖ്യാനം വരുന്നൊരു കാലത്ത് നാം കാണുന്നത് ഇപ്പോൾ 90കളിലൊക്കെ നോക്കുകയാണെങ്കിൽ ബാബറി മസ്ജിദിൻ്റെ ഒരു കാലത്ത് മുസ്ലിങ്ങൾ അവകാശങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ധാരാളം അവകാശ പോരാട്ടങ്ങൾ, മുസ്ലിംനെസ്സിനെ കുറിച്ചുള്ള മുസ്ലിം സോഷ്യോ എക്കണോമിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വ്യാപകമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സംഘടനകളൊക്കെ വ്യാപകമായിരുന്നു. പിന്നീട് വാർ ഓൺ ടെററിൻ്റെ ശേഷം സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സുരക്ഷാവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും മുസ്ലിം എന്ന് പറയുന്ന ഒരു അവകാശത്തിൻ്റെ മുസ്ലിം പൗരൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവകാശത്തിൻ്റെ പ്രശ്നങ്ങളല്ല, മറിച്ച് അയാൾ ഒരു സുരക്ഷാ ഭീഷണിയായിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90 കാലത്ത് പോട്ട, അതുപോലെ തന്നെ ടാഡ പോലുള്ള കേസുകൾ നമുക്കറിയാം. ഈ പോട്ടും ടാഡയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന സമയത്തും കേരളത്തിൽ പോട്ടും ടാഡയും ഉണ്ടായിരുന്നില്ല. അതായത് കേരളത്തിൽ ഈ പോട്ടും ടാഡയും നടപ്പിലാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാരുകൾക്ക് കേരളത്തിലെ ഭീകരന്മാരെ പോട്ടയും ടാടയും വെച്ചിട്ട് കൈകാര്യം ചെയ്യണമെന്ന് തോന്നിയിരുന്നില്ല. എന്നാൽ 2000-ന് ശേഷം UAPA നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി UAPA നടപ്പിലാക്കിയത് കേരളത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷയുടെ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പാർശ്വവൽക്കരണം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് പാർശ്വവൽക്കരണത്തിൽ എല്ലാവരും ആ രീതിയിലല്ല കൈകാര്യം ചെയ്യപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിലൊരു വളരെ കൃത്യമായിട്ട് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു യുക്തി സിവിൽ ലൈഫിനെ കൈകാര്യം ചെയ്യാനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഭീകരതയുടെ ആഖ്യാനത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് സെക്യൂരിറ്റൈസേഷൻ നിയമങ്ങൾ ഉണ്ടാവുന്നത്. അത് വിദേശത്താണെങ്കിൽ മറ്റു തരത്തിലുള്ള ദേശാഭിമാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആണുണ്ടെങ്കിൽ, ഇവിടെയാണെങ്കിൽ UAPA പോലുള്ള നിയമങ്ങളിലൂടെയാണ് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഭീകരതയുടെ ഒരു കാലത്ത് ഒരു സൂക്ഷ്മ ഹിംസയെക്കുറിച്ച്, അതാണ് എനിക്ക് തോന്നുന്നത് നാം വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഒരു തീവ്രവാദി എന്ന് ഒരാൾ പേരിട്ട് വിളിച്ചാൽ അയാൾ പ്രശ്നത്തിലാവുന്നത്? എന്തുകൊണ്ടാണ് തീവ്രവാദി വിളിക്കുന്ന? ഓക്കെ, എന്തുകൊണ്ടാണ് അയാൾ പ്രശ്നത്തിലാവുന്നത്? അങ്ങനെ വിളിക്കുന്നതോടുകൂടി അത് അയാൾ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താവുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരതയുടെ ആഖ്യാനത്തിൻ്റെ കാര്യത്തെ പ്രത്യേകത
സൂക്ഷ്മ ഹിംസയുടെ ഒരു കാലമാണ്. ഹിംസ പഴയ മട്ടിലല്ല നിൽക്കുന്നത്, അത് പുതിയ ഹിംസയാണ്. പഴയ കാലത്ത് ഒരാളെ കൊല്ലണം, നിങ്ങൾക്ക് ഒരാൾ ഭീകരവാദിയോ തീവ്രവാദിയോ ആക്കണം, ഒരാൾ കൊല്ലണം, അല്ലെങ്കിൽ വലിയ ആക്രമണം നടത്തണം. ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒന്ന് ഊതിയാൽ മതി നമുക്കൊരാളെ ഭീകരവാദിയാക്കി മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിംസ വളരെ സൂക്ഷ്മമായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഞങ്ങളതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിരുന്നു. അതായത് തിയേറ്റർ കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി മലപ്പുറത്ത് ധാരാളം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. 12 മുതൽ 15 തിയേറ്റർ വരെ കത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കണക്ക് ഇങ്ങനെ എടുത്ത സമയത്ത് അത് വളരെ മറ്റ് കാര്യങ്ങളാൽ കത്തിയ തിയേറ്ററുകളൊക്കെ ഒരു മുസ്ലിം ഭീകരവാദികൾ നടത്തിയ ആക്രമണമായിട്ടാണ്, സംഗീതത്തിനെതിരെ ആക്രമണമായിട്ടും കലയ്ക്കെതിരെ നടത്തിയ ആക്രമണമൊക്കെ ആയിട്ടാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഈ കാലത്ത് സൂക്ഷ്മ ഹിംസകൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ തുടങ്ങി. ഈ ഹിംസ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലലാവണമെന്നില്ല. അതൊരാൾ പേരിടുന്നു, ഒരാൾ അപരിചിതമായൊരു പേരിടുന്നു, അല്ലെങ്കിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഒരാൾ നിസ്കരിക്കുന്നു, ഇതുപോലും ഒരു ഹിംസയായിട്ട് മാറുകയാണ്. അപ്പോൾ ഹിംസ എന്ന് പറയുന്നതിൻ്റെ നിർവചനമായിട്ടാണ് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിൻ്റെ പ്രത്യേകത നിർവചനങ്ങൾ ആദ്യം ഉണ്ടാവുകയും അതിന് തെളിവുകൾ പിന്നീട് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ തെളിവുകളിൽ നിന്ന് നിർവചനങ്ങളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ നിർവചനങ്ങൾ ഉണ്ടാക്കുകയും ഈ നിർവചനങ്ങളിലേക്ക് നമ്മൾ തെളിവുകൾ ശേഖരിക്കുക ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ യുദ്ധത്തെ സിവിൽ ലൈഫിലേക്ക് യുദ്ധത്തിൻ്റെ യുക്തിയെ കൊണ്ടുവരുന്നതാണ് ഭീകരതയുടെ കാലത്ത് നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അത് തമ്മിൽ ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഭീകരതയെക്കുറിച്ച് തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നവരും തീവ്രവാദിയാകും. ഈ അന്തരീക്ഷത്തിന് ലഘൂകരണം ഉണ്ടായിട്ടുണ്ട്. അത് സോൾഡാറ്റി ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഇടപെടലിന് അതിന് വലിയ പങ്കുണ്ട്. കേരളത്തിലെ ഈ ഒരു UAPA ഒരു ആരംഭകാലത്താണ് കണ്ണൂരിൽ ഫയാസിൻ്റെ കേസ് ഉണ്ടാവുന്നത്. കാശ്മീർ ഏറ്റുമുട്ടൽ കൊലപാതക കേസാണത്. അതിലെ വളരെ കുപ്രസിദ്ധമോ ആയൊരു പ്രസ്താവനയാണ് ഫയാസിൻ്റെ ഉമ്മ പറഞ്ഞതായിട്ട്, എൻ്റെ മകൻ രാജ്യദ്രോഹിയാണെങ്കിൽ അവൻ്റെ മയ്യത്തെനിക്ക് കാണേണ്ട. ഇവിടെ ലെഫ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ലെഫ്റ്റ് ആഘോഷിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ആ പ്രദേശത്ത് പ്രവർത്തിച്ചത് തന്നെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാന പ്രവർത്തകരാണെന്നാണ് അന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു ഉമ്മ പറയാൻ അവരോട് പോലീസ് വന്ന് പറയുന്നു, ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു, നിങ്ങളുടെ മകൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഏതുമ്മക്കും മകൻ എങ്ങനെ കൊല്ലപ്പെട്ടതാണെങ്കിലും ആ മയ്യത്ത് കാണാനും, മയ്യത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മയ്യത്ത് നമസ്കരിക്കാനും, സ്വന്തം നാട്ടിൽ കബറടക്കപ്പെടാനും, പിന്നീട് ആ കബറ് കാണാനും, കബർ സിയാറത്ത് ചെയ്യാനും ഒക്കെയുള്ള അഭിലാഷങ്ങളില്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല, ഒരു കുടുംബവും ഒരു ഉമ്മയും ഉണ്ടാവുകയില്ല. പക്ഷെ അവർക്ക് ഭയങ്കര പ്രഷർ ഉണ്ടാവുകയാണ്. അവർക്കുണ്ടാകുന്ന പ്രഷർ അവനും അങ്ങനെയായി. ഇനി നിങ്ങളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല, നിങ്ങൾക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഇത് പറയണം എന്നതാണ് ആ യുക്തി പറഞ്ഞു കൊടുക്കുന്നത്. അതവർക്ക് ബോധ്യപ്പെടുകയാണ്. അവരത് പറയുന്നു. പിന്നീട് സംഭവിക്കുന്നത് ഈ വ്യവഹാരം ജനാധിപത്യവൽക്കരിക്കപ്പെടാത്തതിൻ്റെ വളരെ ഗ്രൗണ്ടിലുള്ള, വളരെ പ്രായോഗികമായ ഈച്ച് ആൻഡ് എവരി ഇത്തരം കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ്, പാഠപുസ്തകമാണ് ഫയാസിൻ്റെ കേസ്. ആ കുടുംബത്തിന് സ്വത്ത് വീതം വെക്കണം. അവൻ്റെ വാപ്പയുടെ മരണശേഷം ആണെന്ന് തോന്നുന്നു. അപ്പോൾ വീതം വെക്കണമെങ്കിൽ ഫയാസിന് സ്വത്ത് വെക്കേണ്ടയില്ല, കാരണം ഫയാസ് മരിച്ചു പോയല്ലോ. പക്ഷേ മരിച്ചു എന്നതിന് നമ്മുടെ നാട്ടിൽ ഒരാൾ ജനിച്ചാലും മരിച്ചതുകൊണ്ടോ അത് സ്ഥാപിക്കപ്പെടില്ല, അതിന് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അപ്പം കുപ്പുവാര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത് നടന്നിരിക്കുന്നത്. അവിടെ ഇവർ പോയിട്ട് ചോദിച്ചു, വിവരാവകാശം കൊടുത്തു, ഇങ്ങനെ കൊല്ലപ്പെട്ട ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ആ ഓഫീസിൽ കൊടുത്തു. അപ്പോൾ പോലീസിൽ ഇതിനാവശ്യം ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, അല്ലെങ്കിൽ വിവരാവകാശം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ തീയതികളിൽ ഇവിടെ ഇങ്ങനൊരു ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല, ഇങ്ങനെ ആൾ കൊല്ലപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഫയാസ് മരിച്ചു എന്നതിന് തെളിവില്ല, അതുകൊണ്ട് അവന് സ്വത്ത് വെക്കാതെ വീതിക്കാൻ കഴിയില്ല. ഇത് ഒരു കുടുംബത്തിൻ്റെ വളരെ പ്രായോഗികമായൊരു പ്രശ്നമാണ്. അന്ന് ഈ മയ്യത്ത് എന്ന് പറയുന്നത്, ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഒരു എൻകൗണ്ടറിലെ ഏറ്റവും വലിയ എവിഡൻസാണ്. നമുക്കറിയാം, ഈ ബട്ട്ല ഹൗസ് ഏറ്റുമുട്ടലിൽ, കാശ്മീരിലെ പല ഏറ്റുമുട്ടലുകളിലും അത് ഫേക്കാണ് എന്ന് തെളിയിക്കപ്പെട്ടത് ഡെഡ് ബോഡി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്തരം എൻ്റെ മകൻ തീവ്രവാദിയാണെങ്കിൽ, രാജ്യദ്രോഹിയാണെങ്കിൽ അവൻ്റെ മയ്യത്ത് കാണണ്ട എന്ന് പറയിപ്പിക്കുന്നതിലൂടെ, ആ ഒരു സമ്മർദ്ദ അന്തരീക്ഷത്തിലൂടെ ഭരണകൂടം ഒരു തെളിവ് നശിപ്പിക്കൽ കൂടിയാണ് നടത്തുന്നത്. ശരിക്ക് ആ ഡെഡ് ബോഡി വാങ്ങി ഒരു കുടുംബത്തിന് ഡെഡ് ബോഡി കിട്ടി, അത് കുളിപ്പിച്ച് അത് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു. അതുകൂടി നശിപ്പിച്ച് കളയുകയാണ്. അതതിൻ്റെ ഒരു പ്രശ്നം. മറ്റൊന്ന്, ആ കുടുംബത്തിന് അത് സൃഷ്ടിക്കുന്ന
മറ്റു നിയമപരവും പ്രായോഗികവുമായ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ വ്യവഹാരം ജനാധിപത്യവൽക്കരിക്കപ്പെടണം. ആൾ തീവ്രവാദി ആയിക്കോട്ടെ, എന്നാലും ആ തീവ്രവാദിയുടെ മയ്യത്താണെങ്കിലും കാണണം. ആ തീവ്രവാദിയുടെ മയ്യത്തും ഇവിടെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ലഭിക്കണം. ആ മയ്യത്ത് ഇവിടെ അടക്കണം. തീവ്രവാദിയായ മകനും മകൻ തന്നെയാണ്. തീവ്രവാദിയായ മകനും മകൻ തന്നെയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അന്തരീക്ഷമില്ലെങ്കിൽ എന്ത് കൊടുങ്ക്രൂരതകളെയും ഈ അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുന്ന അന്തരീക്ഷം ഉപയോഗിച്ച്, ഭരണകൂടം നിർമ്മിക്കുന്ന ഈ സമ്മർദ്ദാന്തരീക്ഷം ഉപയോഗിച്ച് ഏത് കാര്യവും ഒളിച്ചു കടത്താൻ ഭരണകൂടത്തിന് കഴിയും. തീവ്രവാദികൾ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തേണ്ടതുള്ളൂ എന്നതല്ല ഈ പ്രശ്നം. മറിച്ച് ഏത് നിരപരാധിയെയും തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് എന്തും ചെയ്യാൻ കഴിയും. അത് മഹാ അക്രമമാണ്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിന് നിരപരാധികൾ എന്ന് സർക്കാർ പറയുന്നവരുടെ കാര്യം മാത്രം ചോദിച്ചാൽ പോരാ. അവർ തീവ്രവാദി എന്ന് പറയുന്നവരുടെ, ഒരുപക്ഷെ യഥാർത്ഥത്തിൽ തന്നെ തീവ്രവാദിയായിരിക്കാൻ ഇടയുള്ളവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചും അവരുടെ ഡെഡ് ബോഡിയെക്കുറിച്ചും അവരുടെ ഇൻക്വസ്റ്റിനെ കുറിച്ചും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചും അവരുടെ FIR-നെ കുറിച്ചും അവരുടെ ട്രയലിനെ കുറിച്ചും എല്ലാ മനുഷ്യരും സംസാരിക്കാൻ ധീരത കാണിക്കുമ്പോൾ മാത്രമേ ഈ വ്യവഹാരം ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും എല്ലാവർക്കും നീതി ലഭിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ്. അതായത് നേരത്തെ ഫയാസിൻ്റെ ഉമ്മയുടെ കേസിൽ ഫയാസിൻ്റെ ഉമ്മ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് ഒരു തമാശ. അതായത് അന്ന് പത്രങ്ങൾ തന്നെ വന്നെങ്കിലും ഞാൻ തേജസ്സിലുള്ള സമയത്ത് ആഴ്ചവട്ടം എന്ന് പറയുന്നൊരു വീക്കെൻഡാണ് ഞാൻ കൈകാര്യം ചെയ്തിരുന്നത്. ജമാൽ കൊച്ചങ്ങാടി ആയിരുന്നു അതിൻ്റെ എഡിറ്റർ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ. ആ സമയത്താണ് സബ്ന സിയാദ് മീഡിയ വണിലുണ്ടായിരുന്ന ജേർണലിസ്റ്റാണ്. അവർ നേരത്തെ തേജസ്സിലായിരുന്നു. അവർ ഈ ഉമ്മയെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. എന്നിട്ട് ഞങ്ങളത് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പ്രസിദ്ധീകരണത്തിൽ ഉമ്മ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് ഇവിടുത്തെ DYFIക്കാരുണ്ടാക്കിയതാ. CPM-കാർ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തതാണെന്നാണ് പിന്നീട് ഉണ്ടാക്കിയതാണ് അവർ. അല്ല, യഥാർത്ഥത്തിൽ അവർ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ അങ്ങനെ വന്ന് പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് സബ്ന അവർ ഇത് ചെയ്തതും. ഇപ്പം ഞാനത് ഫേസ്ബുക്കിൽ പിൽക്കാലത്ത് ഇപ്പോൾ തേസിൻ്റെ ആ കോപ്പിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ റെയ്ഡ് ചെയ്ത് അവർ പൂട്ടി. കാരണം അതിൻ്റെ കോപ്പികൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ എങ്കിലും ഫേസ്ബുക്കിൽ ഞാൻ ആ സമയത്ത് അത് ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ കാര്യം ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വാർ ഓൺ ടെറർ, അതിൻ്റെ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ വാർ ഓൺ ടെററിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരർത്ഥത്തിൽ ശബ്ദമില്ലാത്ത ഒരു മുസ്ലിം, ശബ്ദമില്ലാത്ത പൗരൻ, അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാത്ത പൗരൻ, ഒരു തരത്തിൽ ഭരണകൂടത്തിൻ്റെ വളരെ കേന്ദ്രീകൃതമായ അധികാരങ്ങൾക്ക്, ആ കേന്ദ്രീകൃതമായ അധികാരങ്ങളെ പരിരക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷ ഹിതത്തിന് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ വ്യവഹാരം സൃഷ്ടിച്ചിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രമായി ശബ്ദിക്കുന്ന മുസ്ലിം ശബ്ദങ്ങൾ, ചോദ്യങ്ങൾ പലപ്പോഴും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർ ഓൺ ടെറർ ഡിസ്കോഴ്സിൻ്റെ ഒരു വ്യവഹാരത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും അതിനെ ഒരു ഭീകരതയായിട്ട് വ്യവഹരിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നിർബാധം കാണാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ മറികടന്നു കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കാം. 90-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പലതരം രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള പരീക്ഷണങ്ങൾ, സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റങ്ങൾ, ഇതിനെല്ലാം ഇതിനായിട്ട് കാണാം. വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റത്തെ അതിനെ റിക്രൂട്ട്മെൻറ്റ് ജിഹാദായിട്ടാണ് ഞാൻ പറയുന്നത്. അത് ആരാണ് അവതരിപ്പിക്കുന്നത്? കേരളത്തിലെ ഇടത് പക്ഷമാണ് ഈ ഒരു കോയിനേജ് ഇട്ട് കൊടുക്കുന്നത്. സാമൂഹികമായിട്ടുള്ള വിപുലമായ ബന്ധങ്ങളെ ഫുഡ് ജിഹാദോ അല്ലെങ്കിൽ ഫീസ്റ്റ് ജിഹാദോ ഒക്കെ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തെ മദനി മുതൽ ഒരുപക്ഷെ PFI വരെയുള്ള ഈ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം സംഘാടനങ്ങളെ ഈ ഒരു ചാപ്പക്കുള്ളിൽ അവർ പറയുന്നതിനോടുള്ള ഒരു സംവാദം പോലും സാധ്യമല്ലാത്ത രീതിയിൽ ആണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. ഇതാണ് വാർ ഓൺ ടെററിൻ്റെ വ്യവഹാരം. എന്ത് സംഭവിച്ചു എന്നതിനപ്പുറം നേരത്തെ ബാബുരാജ് പറഞ്ഞത് കറക്റ്റാണ്. ആദ്യം ഡെഫിനിഷനാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ശശി തരൂരിൻ്റെ ലേഖനത്തിന് ടെററിസത്തിന് ഇൻസ്റ്റൻസ് സംഭവങ്ങളില്ലെങ്കിൽ പോലും ആ പരികല്പന അവിടെ നിലനിൽക്കണം. കാരണം
അങ്ങനെയാകുമ്പോഴാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഫയാസിൻ്റെ ഉമ്മയിൽ നിന്ന് സക്കരിയയുടെ ഉമ്മയിലേക്ക് എത്തുമ്പോൾ ഒരു വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സക്കരിയയുടെ ഉമ്മ നമുക്ക് ഒരു പ്രതിരോധത്തിൻ്റെ വളരെ എത്തിക്കലും പൊളിറ്റിക്കലുമായിട്ടുള്ളൊരു പ്രതിരോധത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെ നമുക്ക് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഇതിലുള്ള ഇടപെടലുകളുടെ ഒരു ശേഷിയാണ്. ഞാൻ പറയുന്നത് അതും കടന്ന് ഈ കേസുകൾക്കപ്പുറം ഈ വ്യവഹാരം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിളനിലമായി മാറുന്നുണ്ട്. മുസ്ലിം അപരവൽക്കരണത്തിൻ്റെ ആഴത്തിലുള്ള, ഒരുപക്ഷെ ബാബുരാജും പ്രതീക്ഷയൊക്കെ അത് നിരന്തരം ഫോളോ ചെയ്യുകയും അതിലിടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഭീകരതാ വ്യവഹാരങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയുണ്ടാകുന്ന ഇസ്ലാമോഫോബിയയുടെ അറ്റ്മോസ്ഫിയറിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് അഭിമുഖീകരിക്കാനും ആ രാഷ്ട്രീയ പ്രശ്നത്തെ ഒരു ചാരിറ്റി എന്നതിനപ്പുറം മുസ്ലിങ്ങളുടെ ശബ്ദിക്കാനുള്ള അവകാശം കൂടിയായി മാറുമ്പോൾ മാത്രമാണ്, നമുക്കറിയാം എന്തുകൊണ്ട് ന്യൂയോർക്കിൽ അങ്ങനെ സംഭവിച്ചു എന്നാൽ മുസ്ലിം ശബ്ദം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ശബ്ദമായി പലതരം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി ബാക്കി പത്രമാണ്. കേരളത്തിൽ ആ ഒരു ദിശയിലേക്കുള്ള ഓറിയൻറ്റേഷനാണ് പോവേണ്ടത്. തീർച്ചയായിട്ടും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏതു തരം അധികാരത്തിനും അതിൻ്റെ ഒരു നിരന്തരമായ ഉപയോഗത്തിലൂടെ അതിന് വരുന്ന ചില വീക്ക്നെസ് ഉണ്ട്, ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളെ തിരിച്ചറിയുകയും പുതിയ ഒരു രാഷ്ട്രീയ ഭാഷയും പുതിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള അലയൻസുകളൊക്കെ ബിൽഡ് ചെയ്ത് മാത്രമാണ് നമുക്കിതിനെ മറികടക്കാൻ പറ്റുക. സംഭവങ്ങളെക്കാൾ ഉപരി വ്യവഹാരങ്ങൾ പ്രധാനമായി മാറുന്ന സമയത്ത് ഈ വ്യവഹാരങ്ങളിൽ കൂടി ഇടപെടാനുള്ള ഒരു ശേഷി പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ നല്ല ഒരു ഡിസ്കഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഏതായാലും അധികാര ഭരണകൂട ഭാഷയ്ക്കപ്പുറമുള്ള ഒരു ജനകീയ ഭാഷയും വ്യവഹാരവും ഈ പരിപാടികളിലൂടെ, ഇത്തരം പരിപാടികളും ഡിസ്കഷനുകളുടെയും ഭീകരതയെക്കുറിച്ച് അതിൻ്റെ വ്യാവഹാരികതയെക്കുറിച്ച് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ ഒരു സംവാദത്തിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇത് സംവാദം അവസാനിപ്പിക്കുന്നു.